ഗണപതയേ നമഃ. ഓം നമഃ ശിവായ. ഓം നമോ നാരായണായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശക്തി പരാശക്തി. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഹര ഹര മഹാദേവ. ശംഭോ മഹാദേവ. ശംഭോ മഹാദേവ. ഇന്ന് നമുക്ക് ശിവപുരാണമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ശിവപുരാണത്തിൻ്റെ ഭാഗം 45 പറയാനുള്ളത്. പക്ഷെ അതിനു മുമ്പ് എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. അതായത് സ്ത്രീകളെ സംബന്ധിച്ചുള്ള കാര്യമാണ് പറയാനുള്ളത്. ചില സ്ത്രീകളുണ്ട്, വളരെയധികം ഭയപ്പെടുന്ന ഒരു ക്യാരക്ടറാണ് അവർക്ക്. ആരെങ്കിലും അവർക്ക് എതിരെ വന്നിട്ട് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാക്കി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അവരെ എന്തിനെങ്കിലും വേണ്ടി പ്രലോഭിപ്പിച്ചു കഴിഞ്ഞാൽ അവർ ഭയപ്പെട്ട് മാറി നിൽക്കും, അല്ലെങ്കിൽ ഭയപ്പെടും. അവരാ എന്തെങ്കിലും ഒരു ഇത് വരുന്നുണ്ടെങ്കിൽ അതിന് പ്രതികരിക്കാൻ കഴിയാത്ത രീതിയിൽ ഭയപ്പെടും. അപ്പം അങ്ങനെയുള്ള പെൺകുട്ടികളോട് എനിക്ക് പറയാനുള്ളതാണ്, നിങ്ങളുടെ ഇഷ്ടമില്ലാതെ നിങ്ങളെ നിങ്ങളെ തൊടാൻ വന്നാലും അല്ലെങ്കിൽ നിങ്ങളെ ഉപദ്രവിക്കാൻ വന്നാലും നിങ്ങളെ മറ്റൊരു രീതിയിൽ സംസാരിക്കുകയാണെങ്കിൽ, അങ്ങനെ എന്ത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രതികരിക്കുക എന്നുള്ളതാണ്. നമ്മുടെ നിയമങ്ങൾ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ സ്വയരക്ഷയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ ആരെങ്കിലും എന്തെങ്കിലും ചെയ്യുന്നതിൽ അല്ലെങ്കിൽ ഉപദ്രവിക്കുന്നതിൽ നമ്മൾ സ്വയരക്ഷയ്ക്ക് വേണ്ടിയിട്ട് അതിനെ നമ്മളെ സ്ത്രീകളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രതികരിക്കുന്നതിന് പ്രശ്നമില്ല എന്ന് പറയും. ഇപ്പോൾ നിങ്ങൾ ഒരു പക്ഷേ നിങ്ങൾ പുറത്ത് പോവുകയാണ്, അല്ലെങ്കിൽ നിങ്ങൾ എങ്ങോട്ടെങ്കിലും പോകുന്ന സമയത്ത് നിങ്ങൾ ആരെങ്കിലും നിങ്ങളുടെ ഇതേപോലെ ഉപദ്രവിക്കാനായിട്ട് ആരെങ്കിലും വരുന്നു, അല്ലെങ്കിൽ ഉപദ്രവിക്കാൻ നിങ്ങളുടെ അടുത്തേക്ക് വരുന്നു, ആ സാഹചര്യമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സ്വയരക്ഷയ്ക്ക് വേണ്ടിയിട്ട് പ്രതികരിക്കാം. മനസ്സിലായോ? അപ്പം ഒരുപാട് പ്രയോഗങ്ങൾ അതിനുണ്ട്. കഴിവതും നമ്മുടെ ബാഗിൽ എപ്പോഴും കുറച്ച് മുളക് പൊടിയൊക്കെ കരുതിയിരുന്നാൽ നല്ലതായിരിക്കും. നമുക്ക് അങ്ങനെ ആരെങ്കിലും അറ്റാക്ക് ചെയ്യാൻ വരുന്നുണ്ടെങ്കിൽ മുളക് പൊടി അവരുടെ കണ്ണിലേക്ക് തൂക്കിക്കൊടുക്കാം. അങ്ങനെ ആരും വരാൻ ചാൻസ് കുറവാണ്, എന്നാലും ഞാൻ പറയുകയാണ്. അപ്പോൾ എല്ലാ പെൺകുട്ടികളുടെയും ബാഗിൽ ചെറിയൊരു ഇതിൽ ഒരു മുളക് പൊടി അങ്ങനെ എന്തെങ്കിലും കരുതിയിരിക്കുക, പെപ്പർ സ്പ്രേയോ അങ്ങനെ എന്തെങ്കിലും കരുതിയിരിക്കുക. അത് നമുക്ക് അവരുടെ മുഖത്തേക്ക് സ്പ്രേ ചെയ്യുകയോ കൊടുക്കുകയോ ചെയ്യാം. അതല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് അറ്റാക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ ഈ മുഷ്ടി ഇങ്ങനെ ചുരുട്ടിയിട്ട് നമ്മുടെ ഈ ഒരു മധ്യത്തെ വിരലുണ്ടോ, ഈ ഒരു വിരൽ നമ്മൾ ഇങ്ങനെ ആക്കിയിട്ട് ഇവരുടെ മുഖത്തേക്ക് ഇങ്ങനെ നമ്മൾ ഇടിക്കുക. മനസ്സിലായി? അങ്ങനെ ഇടിക്കുക ഇങ്ങനെ. അപ്പോൾ ഈ ഒരു ഇതിൽ നമ്മുടെ ഈ മൂക്കിൽ ഇങ്ങനെ നമ്മൾ പ്രസ് ചെയ്ത് നമ്മൾ ഇടിക്കുന്ന സമയത്ത് അവരുടെ മൂക്ക് ഇതാവും. ആ സമയത്ത് അവർക്ക് വേദന അനുഭവപ്പെടും. അങ്ങനെ അവർ പോവും. പിന്നെ നമുക്ക് നമ്മുടെ കാലിൻ്റെ മുട്ട് മടക്കിയിട്ട് അവരുടെ മർമ്മഭാഗത്ത് നമുക്ക് ഇടിക്കാൻ പറ്റും, ചവിട്ടാൻ പറ്റും. അതോടുകൂടി അവൻ്റെ കാര്യം അവൻ വീണോളും. മനസ്സിലായോ? അതും ഒരുപാട് ഫോഴ്സിലല്ല. അത് നമ്മൾ ഈ കരാട്ടെ, അതിനാണ് പറയുന്നത്, ഈ കരാട്ടെ കുംബു ഇതൊക്കെ പെൺകുട്ടികളെ പഠിക്കുകയാണെങ്കിൽ കുറച്ച് ബെറ്റർ ആയിരിക്കും. മനസ്സിലായി? അപ്പം കൂടുതൽ കുറേയൊക്കെ കളരിയൊക്കെ അഭ്യസിക്കുന്നവർക്ക് അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഇതാക്കാൻ പറ്റും. ഞാനിവിടെ മാർത്താണ്ഡത്ത് പോയ സമയത്ത് അവിടെ ഒരു കളരി ക്ലാസ് ഉണ്ടായിരുന്നു. കളരി ക്ലാസ് നടത്തുന്ന ഒരു വീടാണ് അവിടെ ഞാൻ പോയി കുറച്ച് നാൾ കളരി പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതുകൊണ്ട് എനിക്കറിയാം എങ്ങനെയാണ് നമ്മൾ എവിടെയാണ് അത് പ്രതികരിക്കുക. അപ്പം നമ്മൾ ഈ പറയുന്ന മർമ്മപ്രയോഗങ്ങളെല്ലാം ഇതിൽ വരുന്നതാണ്. അല്ലാതെ ഇങ്ങനെ ഒരു ചുഴി വെച്ചിട്ടൊരു മർമ്മപ്രയോഗം ഉണ്ട്, അത് നിങ്ങൾക്ക് അറിയാൻ കഴിയും. നമ്മുടെ ഒരു സിനിമയുണ്ടല്ലോ, ഒളിമ്പ്യ അന്തോണിയാദ, അത് ആ ഫിലിം തന്നെ. ആ ഫിലിമിൽ ഇതുപോലെ ഒളിമ്പ്യ അന്തോണിയാദത്തിലേക്ക് ജഗതി ഇങ്ങനെ ആ സ്ത്രീയോട് ഇങ്ങനെ പറയുമ്പോൾ ജഗതി ഇങ്ങനെ ഒരു ഇത് വെച്ചിട്ട് ഇങ്ങനെ ഒരു മർമ്മപ്രയോഗം നടത്തുമല്ലോ. ആ പ്രയോഗത്തിലൂടെ ജഗതിക്ക് ഇങ്ങനെ അനങ്ങാൻ പോലും പറ്റാത്ത അവസ്ഥയായി. അപ്പം അങ്ങനെയുള്ള പലതരത്തിലുള്ള മർമ്മപ്രയോഗങ്ങളുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ കളരി, നമ്മുടെ ഇങ്ങനെയൊക്കെയുള്ളതെന്ന് പറയുന്നത് ആയോധന കലകളെന്നൊക്കെ പറയുന്നത് വളരെ മഹത്വമുള്ളതാണ്. അപ്പോൾ അങ്ങനെയുള്ള ആയോധന കലകളൊക്കെ പഠിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. മനസ്സിലായോ? അതുകൊണ്ട് നമുക്ക് ആരെയും നമ്മളെ എതിരെ ഒരാൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് പ്രതികരിക്കേണ്ട സമയത്ത് നമ്മൾ പ്രതികരിക്കുക എന്നുള്ളതാണ്. മനസ്സിലായോ? നമ്മുടെ ഇഷ്ടമല്ലാതെ ആരും നമ്മുടെ ശരീരത്തിൽ, നമ്മുടെ ബോഡിയിൽ ടച്ച് ചെയ്യാൻ സമ്മതിക്കാതിരിക്കുക, പ്രത്യേകിച്ച് പെൺകുട്ടികൾ.
മനസ്സിലായോ? അപ്പം അതുകൊണ്ട് അങ്ങനെ ചെയ്യാം. ആൺകുട്ടികളായാലും അങ്ങനെ തന്നെ. ആൺകുട്ടികളെ ഇപ്പൊ പല രീതിയിൽ അബ്യൂസ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ആൺകുട്ടികളാണെന്ന് പോലും നോക്കാതെ പലരും അങ്ങനെ ചെയ്യുന്നുണ്ട്. അങ്ങനെ വരുന്നുണ്ട്. അപ്പൊ അവർക്കെല്ലാം ഈ നമ്മൾ തിരിച്ച് പ്രതികരിക്കുക എന്നുള്ളതാണ്. അപ്പൊ തിരിച്ച് പ്രതികരിക്കാനുള്ള നിയമം ഇപ്പൊ ഉണ്ട്. മനസ്സിലായി? നമ്മളെ ഉപദ്രവിക്കാൻ വരുന്നത് അപ്പൊ നമ്മുടെ സ്വയരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് നമ്മളിത് ചെയ്തത് എന്നുള്ള ആ ഒരു ഇതുണ്ട്. അതുകൊണ്ട് നമുക്ക് അതൊരു കുറ്റകരമാവുന്നില്ല. അപ്പൊ അത് തീർച്ചയായിട്ടും ചെയ്യാന്നുള്ളതാണ്. അല്ലാതെ ഇങ്ങനെ പേടിച്ച് ഭയന്ന് ആരോ എന്തോ ചെയ്തിട്ട് അല്ലെങ്കിൽ എങ്ങനെയാണെന്ന് അറിയില്ല, അല്ലെങ്കിൽ എന്തെങ്കിലും പേടിച്ചിട്ട് ആരെങ്കിലും പേടിച്ചിട്ട്, ഞാൻ മുന്നേ പറഞ്ഞ പോലെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് നിങ്ങളെ ഭീഷണിപ്പെടുത്തുന്നുണ്ടെങ്കിൽ നിങ്ങളത് അധികാരപ്പെട്ടവരോട് പറയുക, നിങ്ങളുടെ വീട്ടുകാരോട് പറയുക, അതിന് അധികാരപ്പെട്ടവരോട് പറയുക. മനസ്സിലായോ? അങ്ങനെയൊക്കെ ചെയ്യുക. സൈബർ സെൽ വഴിയോ അല്ലാതെ പോലീസ് സ്റ്റേഷൻ വഴിയോ അങ്ങനെയൊക്കെ നിങ്ങൾ പോവുക എന്നുള്ളതാണ്. അപ്പം നിങ്ങൾ പ്രതികരിക്കാതിരിക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ നേർക്ക് ഒരു ഇത് വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പ്രതികരിക്കണം. നിങ്ങൾക്ക് അതിനുള്ള ശക്തി വേണം, അതിനുള്ള പവർ വേണം. മനസ്സിലായോ? അങ്ങനെയുള്ള പവർ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ജീവിച്ചു പോവാൻ കഴിയുള്ളൂ. ഇപ്പൊ തന്നെ നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ നിങ്ങൾക്ക് നടക്കുന്ന ഈ അടുത്ത ന്യൂസിൽ ഓരോരോ കാര്യങ്ങൾ നിങ്ങൾ വന്നിട്ടുണ്ട്. ഓരോ സ്ഥലത്തൊക്കെ ഓരോ പെൺകുട്ടികളെ കൊണ്ടുപോയിട്ട് എവിടെയോ കൊണ്ടുപോയി കൊന്നു കുഴിച്ചു മൂടിയിരുന്ന ഈ ഇടയ്ക്ക് തന്നെ ഒരു ന്യൂസ് നിങ്ങൾക്ക് അറിയാം. ഈ ഇടയ്ക്ക് കുറച്ച് 2-3 ദിവസം ആയതേ ഉള്ളൂ. ഒരു സ്ഥലത്ത് നോക്കിയപ്പോൾ അവിടെ ഏകദേശം ഒരാഴ്ച ആവും. ആ ഒരു സംഭവം ഞാൻ ഇതിൽ കണ്ടതാണ്. ആ സ്ത്രീയെ കൊണ്ടുപോയി പീഡിപ്പിച്ച് അത് കുഴിച്ചു മൂടി ഇട്ടിരിക്കുകയാണ്. അങ്ങനെ കുറെ അന്വേഷിക്കുന്നുണ്ട്, അവസാനം അത് കണ്ടെത്തുകയാണ് ചെയ്തത്. മനസ്സിലായോ? അങ്ങനെ എന്തൊക്കെയോ തെളിവുകളൊക്കെ കിട്ടിയിട്ട് അത് കണ്ടെത്തും. അപ്പം ഈ പെൺകുട്ടികളെ ഇങ്ങനെ അപ്പം പെൺകുട്ടികൾക്ക് എന്തുകൊണ്ടാണ് തിരിച്ച് ഉപദ്രവിക്കാനുള്ള ശേഷി ഇല്ലാത്തത് കൊണ്ടാണ് അവർക്ക് ഇങ്ങനെ മരണത്തിലേക്ക് പോകേണ്ടത്. അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ഇവനെ പിടിച്ച് തള്ളിയിട്ടെങ്കിലും ഓടാനുള്ള ഒരു ഇത് വേണം. മനസ്സിലായി? അല്ലെങ്കിൽ എന്തെങ്കിലും നമുക്ക് ഇവനെ ഈ പറഞ്ഞ പോലുള്ള മർമ്മപ്രയോഗം ചെയ്തു കഴിഞ്ഞാൽ ഓരോ ആണുങ്ങൾക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല. ഈ മുട്ട് മടക്കിയിട്ട്, നമ്മുടെ കാൽമുട്ട് ഇങ്ങനെ മടക്കിയിട്ട് നമ്മൾ ഇവന്റെ മർമ്മത്തിൽ നമ്മൾ ചവിട്ടുക എന്നുള്ളതാണ്. മനസ്സിലായോ? ഇങ്ങനെയുള്ള ദുഷ്ടന്മാരെ മർമ്മത്തിൽ ചവിട്ടുക എന്നുള്ളത് ആർക്ക് വേണമെങ്കിലും പ്രാക്ടീസ് ചെയ്യാം. ഇപ്പൊ ആണുങ്ങളെയാണ് ഉപദ്രവിക്കാൻ ഒരു ദുഷ്ടനായിട്ടുള്ള ഒരാൾ വരുന്നെങ്കിൽ ആണുങ്ങൾക്കും ഇത് പ്രയോഗിക്കാം. പെണ്ണുങ്ങളെയാണ് വരുന്നെങ്കിൽ പെണ്ണുങ്ങൾക്കും ഇത് അപ്പം നമ്മൾ മരണത്തിന് അല്ലെങ്കിൽ ഇവർ കൊല്ലുമെന്ന് നമുക്ക് ഉറപ്പുണ്ടെങ്കിൽ നമ്മൾ മരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നിന്നു കൊടുക്കുന്നത്. മനസ്സിലായോ? നമ്മൾ തിരിച്ച് നമ്മൾ അറ്റാക്ക് ചെയ്യേണ്ട സമയത്ത് നമ്മൾ അറ്റാക്ക് ചെയ്യുക തന്നെ വേണം. മനസ്സിലായോ? അതുപോലെ തന്നെ നമുക്ക് ഓരോരോ മന്ത്രങ്ങൾ തന്നെയുണ്ട് നമുക്ക് രക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള. അതിൽ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഒരു മന്ത്രമാണെന്ന് പറയുന്നത് ഉഗ്ര നരസിംഹമൂർത്തിയുടെ ഒരു മന്ത്രമുണ്ട്. ഉഗ്രം വീരം മഹാവിഷ്ണും ജ്വലന്തം സർവതോമുഖം നരസിംഹം ഭീഷണം. ഈ ഉഗ്ര നരസിംഹമൂർത്തിയുടെ മന്ത്രം, അതുപോലെ ദേവീ മന്ത്രങ്ങളുണ്ട്. മനസ്സിലായി? അപ്പൊ ദേവിയുടെ മന്ത്രങ്ങൾ ഇതൊക്കെ നമ്മൾ ജപിക്കുക. അതുപോലെ ത്രയംബകം യജാമഹീം സുഗന്ധിം പുഷ്ടിവർദ്ധനം ഉർവാരുകമിവ ബന്ധനാത് മൃത്യുർമുക്ഷീയമാമൃത. അത് ശിവഭഗവാന്റെ പവർഫുൾ ആയിട്ടുള്ളൊരു മന്ത്രമാണ്. അപ്പൊ ഇതൊക്കെ നമ്മൾ ജപിക്കുക എന്നുള്ളതാണ്. മനസ്സിലായോ? ഇതൊക്കെ നമ്മൾ ജപിക്കുന്നതിലൂടെ നമുക്ക് ഒരുപാട് പ്രൊട്ടക്ഷൻ നമുക്ക് കിട്ടും. മനസ്സിലായോ? അപ്പൊ അങ്ങനെയൊക്കെ നിങ്ങൾ ചെയ്യുക. അതുപോലെ ദേവിയുടെ തന്നെ ഒരുപാട് മന്ത്രങ്ങളുണ്ട്. സിന്ദൂരാരുണ വിഗ്രഹാം ദൃഢയനാമാണിക്യമൗലി പുരസ്താരാ നായക ശേഖരാം സ്മിതമുഖീമാപീനവക്ഷോരുഹാം പാണിഭ്യാമളിപൂർണരത്നചഷകം രക്തോൽബലം വിപ്രതിം സൗമ്യാം രത്നകടസ്ഥ രക്തചരണാം ധ്യായേത് പരാമംബികാം. അപ്പം ഇത് നമുക്ക് ജപിക്കാൻ അറിയില്ലാത്തവരുള്ളവരാണെങ്കിൽ ഒരേ ഒരു മന്ത്രം ജപിച്ചാൽ മതി. ഓം കാളി കാളി മഹാകാളി ഭദ്രകാളി നമോസ്തുതേ കുലം ചാ കുലധർമ്മം ചാ മാം ച പാലയ പാലയ. ഈ ഒരു മന്ത്രം ജപിക്കുന്നതിലൂടെ നമുക്ക് അതിൻ്റെതായിട്ടുള്ള പവർഫുൾനെസ്, നമുക്ക് അതിൻ്റെതായിട്ടുള്ള പ്രൊട്ടക്ഷൻ കിട്ടുന്നതായിരിക്കും. ആ കാളിദേവിയുടെ പ്രൊട്ടക്ഷൻ നമുക്ക് കിട്ടും. മനസ്സിലായോ? അപ്പൊ അങ്ങനെയുണ്ട്. കാളിദേവിയുടെ ഉണ്ട്, വീരഭദ്രന്റെ പ്രൊട്ടക്ഷൻ കിട്ടുന്നതുണ്ട്. അത് വേട്ടയ്ക്കൊരു മകൻ എന്ന് പറഞ്ഞിട്ട് ആ ഒരിതുണ്ട്, അത് പ്രൊട്ടക്ഷനാണ്. അതുപോലെ നരസിംഹമൂർത്തിയുടെ നമുക്ക് പ്രൊട്ടക്ഷനാണ്. അങ്ങനെ ഒരുപാട് നമുക്ക് പ്രൊട്ടക്ഷൻ കിട്ടുന്ന ഒരുപാട് ദൈവങ്ങളുണ്ട്. അപ്പൊ ഈ ദുർഗാദേവിയുടെ മന്ത്രങ്ങൾ ജപിക്കാം. ഒന്നും പറയേണ്ട ആവശ്യമില്ല. ഓം ദും ദുർഗായേ നമഃ, ഓം ദും ദുർഗായേ നമഃ, ഓം ദും ദുർഗായേ നമഃ. ഈ മന്ത്രം നമുക്ക് പറയാം. മനസ്സിലായി? പ്രൊട്ടക്ഷനാണ് നമുക്ക് ഏതൊരു ഇപ്പൊ നമ്മുടെ നേർക്ക് വരുന്ന ഏതൊരു ശക്തനായിട്ടുള്ള എതിരാളിയാണെങ്കിലും നമുക്ക് അതിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയും. ഏതെങ്കിലും വിധത്തിൽ നമുക്ക് രക്ഷപ്പെടാൻ കഴിയും. അതുപോലെ ഈ കളരി പ്രയോഗങ്ങൾ, ഇങ്ങനെ കൈയൊക്കെ പിടിച്ച് വളച്ച് തിരിച്ചൊടിച്ചിട്ട് ഇങ്ങനെ പൂട്ടിടുന്ന പ്രയോഗങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള പ്രയോഗങ്ങളൊക്കെ ചെയ്യുന്നതിലൂടെ നമുക്ക് രക്ഷ നേടാൻ സാധിക്കും. മനസ്സിലായോ? അപ്പൊ അതൊക്കെ നമ്മൾ പ്രാക്ടീസ് ചെയ്യും. പെൺകുട്ടികളായാലും ശരി ആൺകുട്ടികളായാലും ശരി, ഇതൊക്കെ നമ്മൾ പ്രാക്ടീസ് ചെയ്ത് ആ ഒരു ധൈര്യം നമ്മുടെ മനസ്സിൽ എപ്പോഴും ആ ഒരു ധൈര്യം വേണം. പ്രത്യേകിച്ച് കലികാലത്തിൽ നമുക്ക് ആ ഒരു ധൈര്യം വേണം. പോകെ നമുക്ക് പല പ്രശ്നങ്ങൾ ഉണ്ടാവും. അപ്പോഴും നമുക്ക് ധൈര്യം വേണം.
എന്തുകൊണ്ടാണ് ഈ പറയുന്ന പോലെയുള്ള വിസ്മയ അല്ലെങ്കിൽ ജിഷ അതും അല്ലെങ്കിൽ ഈ പറഞ്ഞ ഈ ഇടയ്ക്ക് നടന്ന ഈ ഒരു സംഭവങ്ങൾ, ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഓരോ പെൺകുട്ടികൾക്ക് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? അവർക്ക് തിരിച്ച് പ്രതികരിച്ച് ഒരുത്തൻ ഇങ്ങനെ ഉപദ്രവിക്കുമ്പോൾ അവന് തിരിച്ച് ആ മർമ്മപ്രയോഗം നടത്താൻ, അല്ലെങ്കിൽ അവനെ ആ കാലും മടക്കി അവന്റെ മർമ്മത്തിൽ ചവിട്ടാനുള്ള, അല്ലെങ്കിൽ അവനെ ഉപദ്രവിക്കാനുള്ള, അവൻ തിരിച്ച് അറ്റാക്ക് ചെയ്യാനുള്ള കഴിവില്ലാത്തത് കൊണ്ടാണ് ഈ പെൺകുട്ടികൾക്ക് ഇങ്ങനെ അവന്മാരുടെ കൈകൊണ്ട്, ഈ ദുഷ്ടന്മാരുടെ കൈകൊണ്ട് മരണപ്പെടേണ്ടി വരുന്നത്. മനസ്സിലായോ? അതേസമയം നമ്മളും അതുപോലെ തിരിച്ച് അറ്റാക്ക് ചെയ്യുകയാണെങ്കിൽ, ആ സ്ത്രീയും അതുപോലെ തിരിച്ച് അറ്റാക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു പരിധിവരെ നമുക്ക് അവരിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയുന്നതായിരിക്കും. നമുക്ക് ഒന്നുമില്ലെങ്കിൽ ഇവനെ പിടിച്ച് തള്ളിയിട്ടെങ്കിലും, അതിലുള്ള ശക്തിയെങ്കിലും നമ്മൾ ആർജിച്ചെടുത്തിട്ട് ഇവനെ പിടിച്ച് തള്ളിയിട്ടെങ്കിലും നമുക്ക് ഓടി രക്ഷപ്പെടാനെങ്കിലും ഉള്ള ഒരു അറ്റാക്ക് ചെയ്യാനുള്ള ഒരു പവർ നമുക്ക് വേണം. ആ ഒരു പവർ നമുക്ക് വേണം. ഏതൊരു പ്രതിസന്ധി വന്നാലും, ആര് നമ്മളെ പരാജയപ്പെടുത്താൻ അല്ലെങ്കിൽ ആര് നമ്മളെ ഉപദ്രവിക്കാൻ വന്നാലും നമുക്ക് തിരിച്ച് അവരെ അറ്റാക്ക് ചെയ്യാനുള്ള ഒരു ശക്തി വേണം. മനസ്സിലായോ? അങ്ങനെ ഒരു ശക്തി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പെൺകുട്ടികൾക്കായാലും ശരി, ആൺകുട്ടികൾക്കായാലും ശരി, ആർക്കായാലും ശരി രക്ഷപ്പെടാൻ കഴിയുള്ളൂ. അതുപോലെ തന്നെ നിങ്ങൾക്കറിയാം, ആൺകുട്ടികളായാലും നിങ്ങൾക്കറിയാം അഭിമന്യുവിൻ്റെ കാര്യം നിങ്ങൾക്കറിയാം. വേറെ ഒരുപാട് പയ്യന്മാരുടെ കാര്യം ഉണ്ടായിട്ടുണ്ട്. ഒരുപാട് പയ്യന്മാരെ ഇങ്ങനെ കൊലപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ ഇതുപോലെ തിരിച്ച് അവരെ ആയുധങ്ങളുമായിട്ടായിരിക്കും കൊണ്ട്, അപ്പൊ തിരിച്ച് നമുക്ക് അവരെ ഇടിക്കാനുള്ള, അല്ലെങ്കിൽ അവരെ അറ്റാക്ക് ചെയ്യാനുള്ള, അല്ലെങ്കിൽ ഈ മർമ്മപ്രയോഗം ചവിട്ടാനുള്ള, ഇങ്ങനെ മർമ്മപ്രയോഗം തിരിച്ച് നമ്മളെ ഉപദ്രവിക്കാൻ വരുന്നവരടുത്ത് അറ്റാക്ക് ചെയ്യാനുള്ള ഇത് പഠിച്ചിരിക്കണമെന്നുള്ളതാണ്. അത് എല്ലാവരും പഠിച്ചിരിക്കണം. മനസ്സിലായോ? അത് എല്ലാവരും പഠിച്ചിരിക്കണം. കാരണം നമ്മുടെ കുഞ്ഞു കുട്ടികളെ അത് നമ്മൾ പഠിപ്പിക്കണമെന്നുള്ളതാണ്. നമുക്കറിയില്ല എങ്ങനെയാ, ഏത് വഴി കൂടെയാണ് നമ്മളെ എപ്പോഴാണ് ഇത് അറ്റാക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മളെ ഉപദ്രവിക്കുന്നത് നമുക്കറിയില്ല. ചിലര് ചതിപ്രയോഗത്തിലൂടെ, അതായത് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്ന അവസ്ഥയിൽ ചിലപ്പോൾ നമ്മളെ അറ്റാക്ക് ചെയ്യാൻ വന്നേക്കും. അപ്പൊ എങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മളെ അടുത്തേക്ക് ഇങ്ങനെ വരുമ്പോൾ തിരിച്ചിട്ട് നമുക്ക് പണി കൊടുക്കാൻ കഴിയണം. മനസ്സിലായോ? തിരിച്ച് ഇവരെ ഇതേപോലെ തന്നെ നമുക്ക് തിരിച്ച് അറ്റാക്ക് ചെയ്യാൻ, ഇവരെ ഉപദ്രവിക്കാൻ കഴിയണം. മനസ്സിലായോ? അപ്പം നമ്മുടെ സ്വയരക്ഷയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തു കഴിഞ്ഞാലും അത് തെറ്റാവുന്നില്ല. അതുകൊണ്ട് നമ്മളെ ആരും ഉപദ്രവിക്കാൻ വന്നു കഴിഞ്ഞാലും തിരിച്ച് ഉപദ്രവിക്കുക എന്നുള്ളതാണ്. അതിനുള്ള ശക്തി നമ്മൾ ആർജിച്ചെടുക്കുക. അതിനുള്ള കളരി, നിങ്ങൾ കുട്ടികളെ ആയാലും നിങ്ങൾ മുതിർന്നവരായാലും ശരി, ഇതെല്ലാം പഠിച്ചിരിക്കുക. ഈ കളരി, കരാട്ടെ, കുംബു, ഇങ്ങനെയുള്ള എല്ലാ സംഭവങ്ങളും നമ്മൾ അറിഞ്ഞിരിക്കുക. ഇതൊന്നും അറിഞ്ഞില്ലെങ്കിൽ നമ്മളത് പ്രാക്ടീസ് ചെയ്യണം. നമ്മുടെ മനസ്സിൽ നമുക്ക് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകാൻ നമുക്ക് തിരിച്ച് അറ്റാക്ക് ചെയ്യാൻ കഴിയണം. മനസ്സിലായി? നമ്മുടെ ഇഷ്ടമില്ലാതെ ആരും നമ്മുടെ ശരീരത്തെ ടച്ച് ചെയ്യാൻ നമ്മൾ അനുവദിക്കരുത്. അതിപ്പോൾ ഇവൻ ബസ്സിൽ പോകുന്ന ടൈമിലായാലും ശരി, അതല്ല ഒരു പൊതുസ്ഥലത്തായാലും ശരി, നമ്മൾ വേറെ എവിടെയെങ്കിലും ഒറ്റപ്പെട്ട സ്ഥലങ്ങളിലായാലും ശരി, അതല്ല ഇനി എന്തെങ്കിലും പ്രശ്നം ഉണ്ടായ പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയിട്ട് അങ്ങനെ ചെയ്യുന്ന ഒരു സ്ഥലത്തായാലും ശരി, ഏതൊരു ഇതിലായാലും നമുക്ക് അവരെ അറ്റാക്ക് ചെയ്യാൻ കഴിയണം. മനസ്സിലായോ? അപ്പൊ അതിനുള്ള പ്രാക്ടീസ് നമ്മൾ ചെയ്യുക. നമുക്ക് അത് എത്രത്തോളം ഇതാവോന്നറിയില്ല, എന്നാലും നമ്മൾ പ്രാക്ടീസ് ചെയ്യാന്നുള്ളതാണ്. അപ്പൊ നമ്മുടെ പ്രൊട്ടക്ഷൻ, നമ്മളെ പ്രൊട്ടക്ട് ചെയ്യാൻ മറ്റാരും ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രൊട്ടക്ഷൻ നമ്മൾ തന്നെ ചെയ്യാന്നുള്ളതാണ്. നമ്മൾ തന്നെ നമ്മുടെ പ്രൊട്ടക്ഷൻ ചെയ്യണം. മനസ്സിലായോ? അപ്പൊ അത് ചെയ്യാന്നുള്ളതാണ്. ഓക്കെ. അപ്പൊ ഇനി നമുക്ക് അടുത്ത ഭാഗം 45 അത് നമുക്ക് വായിക്കാം കേട്ടോ. ശിവരാത്രി വ്രതത്തിന്റെ വിധിയും മഹാത്മ്യവും. ഒരിക്കൽ ബ്രഹ്മാവും വിഷ്ണുവും ശ്രീ പരമേശ്വരനെ ദർശിക്കാനും ചില സംശയങ്ങൾക്ക് ഉത്തരം കണ്ടെത്താനുമായി കൈലാസത്തിലെത്തി. ശ്രീ ശങ്കര ദർശന സൗഭാഗ്യം ലഭിച്ച വിഷ്ണുവും വിരിഞ്ചനും ഭഗവാന്റെ പാതാരവിന്ദങ്ങളിൽ വീണ് നമസ്കരിച്ചു. ശ്രീ ശംഭുവിന്റെ സമീപത്ത് ഭവാനി ദേവിയും ഇരിപ്പുണ്ടായിരുന്നു. അനന്തരം ശ്രീഹരി ഓംകാര പൊരുളിനോട് ചോദിച്ചു, ശ്രീ ശങ്കര, എനിക്കും നാൻമുഖനും ചില സംശയങ്ങൾ തീർക്കാനുണ്ട്. ഭഗവാനെ, ഏത് വ്രതാനുഷ്ഠാനത്തിലൂടെയാണ് അവിടുന്ന് പൂർണ്ണ സംതൃപ്തനായി ഇഷ്ടവരപ്രസാദം ഭക്തന്മാർക്കായി പ്രദാനം ചെയ്യുന്നത്? ശ്രീ പത്മനാഭന്റെ ചോദ്യം കേട്ട ജഗദീശ്വരൻ സുസ്മേരവദനനായി പറഞ്ഞു, നമ്മെ പ്രീതിപ്പെടുത്താൻ ധാരാളം വ്രതങ്ങളുണ്ട്. എല്ലാ സൗഖ്യവും മോക്ഷവും പ്രദാനം ചെയ്യുന്നതാണ്. ഇവയിൽ പ്രധാനപ്പെട്ട 10 വ്രതങ്ങളാണ്. ഇവയെ ദശശൈവ വ്രതങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്നു. അപ്പോ മഹാദേവനോട് വിഷ്ണു ഭഗവാനും ബ്രഹ്മാവും ചോദിക്കുകയാണ്, അങ്ങയെ പ്രീതിപ്പെടുത്താൻ വേണ്ടി, അതായത് മഹാദേവനെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയിട്ട് ഞങ്ങൾ എന്ത് വ്രതമാണ് അനുഷ്ഠിക്കേണ്ടത് എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ മഹാദേവൻ പറയുകയാണ്, എന്നെ പ്രീതിപ്പെടുത്തുവാൻ വേണ്ടിയിട്ട് പലതരത്തിലുള്ള വ്രതങ്ങളുണ്ട്. എന്നാൽ തന്നെയും അതിൽ ഏറ്റവും മുഖ്യമാണ് ശിവരാത്രി വ്രതം എന്ന് പറയുന്നത്. ബ്രഹ്മജ്ഞാനം നേടി മോക്ഷപദത്തിലെത്താൻ ആഗ്രഹിക്കുന്നവർ ഏത് വ്രതമായാലും അത് വിധിപൂർവം അനുഷ്ഠിക്കേണ്ടതാണ്. വളരെ ക്ലേശം അനുഭവിക്കേണ്ടതാണ് ഈ വ്രതങ്ങൾ. കറുത്ത പക്ഷ അഷ്ടമിക്കും വെളുത്ത പക്ഷ ഏകാദശി ദിവസവും ആഹാരം ഉപേക്ഷിക്കണം.
എന്നാൽ കറുത്തപക്ഷ ഏകാദശി ദിവസം രാത്രി നമ്മെ പൂജിച്ചതിനു ശേഷം ആഹാരം കഴിക്കാവുന്നതാണ്. വെളുത്ത പക്ഷത്തിലെ ത്രയോദശി ദിവസവും രാത്രി ആഹാരം കഴിക്കാവുന്നതാണ്. എന്നാൽ കൃഷ്ണപക്ഷ ചതുർദശി ദിവസം ശിവവ്രതം അനുഷ്ഠിക്കുന്ന ഭക്തർ ആഹാരം കഴിക്കാൻ പാടില്ലാത്തതാണ്. ഒരു പക്ഷത്തിലും പ്രത്യേക തിങ്കളാഴ്ച ദിവസം രാത്രി മാത്രം ആഹാരം കഴിക്കാം. ശിവവ്രതത്തിനും നമ്മുടെ അനുഗ്രഹത്തിനും താല്പര്യമുള്ളവർ ഈ നിയമങ്ങൾ കൃത്യമായും പാലിക്കേണ്ടതാണ്. എല്ലാ വ്രതങ്ങളും അനുഷ്ഠിക്കുന്ന ദിവസം ശിവഭക്തർക്കും ബ്രാഹ്മണർക്കും ആഹാരം നൽകേണ്ടതാണ്. മുക്തിമാർഗം ആഗ്രഹിക്കുന്ന ജ്ഞാനികൾക്ക് 4 വ്രതങ്ങളാണ് നിശ്ചയിച്ചിട്ടുള്ളത്. ശിവപൂജ, രുദ്രമന്ത്രജപം, ശിവക്ഷേത്രങ്ങളിൽ ഉപവാസം, കാശിയിൽ മരണം ഇവയാണ് 4 വ്രതാനുഷ്ഠാനങ്ങൾ. തിങ്കളാഴ്ച വരുന്ന അഷ്ടമി, പക്ഷത്തിലെ ചതുർദശി എന്നീ ദിവസങ്ങളിൽ ഉപവാസത്തോടെ വ്രതമനുഷ്ഠിച്ചാൽ അത് നമ്മെ വളരെ പ്രീതിപ്പെടുത്തുന്നവയാണ്. ഹേ നാരായണ, ഈ 4ലും വെച്ച് ശിവരാത്രി വ്രതത്തിനാണ് ഏറ്റവും അധികം ശക്തിയുള്ളത്. അതിനാൽ മോക്ഷവും സൗഖ്യവും ആഗ്രഹിക്കുന്ന ഭക്തർ ശിവരാത്രി വ്രതം അനുഷ്ഠിക്കുന്നതാണ് ശ്രേഷ്ഠമായിട്ടുള്ളത്. ഈ വ്രതം സകലർക്കും ഉത്തമ ഫലപ്രാപ്തി ഉണ്ടാക്കും. ശിവരാത്രി വ്രതം കോടി മഹാപാപങ്ങൾ ഇല്ലാതാക്കുന്നവയാണ്. ഹേ ശ്രീഹരി, ഹേ വിരിഞ്ച, നാം പറയുന്നത് ശ്രദ്ധയോടെ കേൾക്കുക. അപ്പോ ഉത്തമ ഫലപ്രാപ്തി ഉണ്ടാകുന്ന ഒരേ ഒരു വ്രതം, അതാണ് ശിവരാത്രി വ്രതം എന്ന് പറയുന്നത്. അപ്പൊ ശിവരാത്രി വ്രതത്തിന് നമ്മുടെ സകല പാപങ്ങളെയും കഴുകിക്കളയാനുള്ള ശക്തിയുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ശിവരാത്രി വ്രതം എല്ലാവരും അനുഷ്ഠിക്കണമെന്നാണ് മഹാദേവൻ നമുക്ക് പറയുന്നത്. അപ്പൊ വ്രതങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള വ്രതമാണ് ശിവരാത്രി വ്രതം എന്ന് പറയുന്നത്. ഏകാദശി വ്രതം പോലെ തന്നെ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള വ്രതമാണ് പ്രദോഷ വ്രതം പോലെ തന്നെ ഏറ്റവും അത്യുത്തമമായിട്ടുള്ള ശ്രേഷ്ഠമായിട്ടുള്ള വ്രതമാണ് ശിവരാത്രി വ്രതം എന്ന് പറയുന്നത്. അപ്പൊ ഈ ശിവരാത്രി വ്രതം നമ്മൾ അനുഷ്ഠിക്കുന്നതിലൂടെ നമ്മുടെ സകല പാപങ്ങളും കഴുകിക്കളയുന്നതാണ്. ആഗ്രഹിക്കുന്ന ഒരു ഉത്തമ ഭക്തൻ പ്രഭാതത്തിനു മുമ്പ് നിദ്ര വിട്ടെണീറ്റ് സ്നാനം ചെയ്യണം. തികഞ്ഞ സംതൃപ്തിയോടും ഭക്തിയോടും കൂടി ശിവക്ഷേത്രത്തിൽ പോയി ശിവലിംഗ പൂജ ചെയ്യണം. പ്രേമാധിക്യത്തോടെ നമ്മെ വണങ്ങിയ ശേഷം നല്ല രീതിയിൽ സങ്കല്പം ചെയ്യണം. എന്നിട്ട് ആ സങ്കല്പത്തെ കുറിച്ചാണ് പറയുന്നത്. ദേവദേവ മഹാദേവ നീലകണ്ഠ നമോസ്തുതേ കർത്തുമിച്ഛമ്യഹം ദേവാ ശിവരാത്രി വ്രതം തവ തവ പ്രഭാവ ദേവേശ നിർവിഘ്നാ ഭവദേതി കാമാദ്യഹ ശത്രവോ മാം വൈപീഡാം കുറുവന്തു നൈവഹി. ഇതാണ് മഹാദേവനോടുള്ള പ്രാർത്ഥന എന്ന് പറയുന്നത്. അല്ലയോ ദേവാദിദേവനായ മഹാദേവ നീലകണ്ഠ, അവിടത്തേക്ക് ഈ ഭക്തന്റെ വിനീതമായ നമസ്കാരം. അവിടുത്തെ ശിവരാത്രി വ്രതം അനുഷ്ഠിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു എളിയ ഭക്തനാണ് ദേവദേവ. അങ്ങയുടെ മഹാപ്രഭാവത്താൽ ഈ വ്രതത്തിന് യാതൊരുവിധ തടസ്സമോ ഉപദ്രവമോ ഇല്ലാതെ പൂർണ്ണമാക്കാൻ ഇടവരട്ടെ. കാമം തുടങ്ങിയ ശത്രുക്കൾ ഒരു വിധത്തിലും എന്നെ പീഡിപ്പിക്കാതിരിക്കാൻ അവിടുത്തെ പരമമായ കാരുണ്യം ഉണ്ടാകണമേ. ഹേ ശ്രീഹരി, ഇപ്രകാരം സങ്കല്പം നടത്തിയിട്ട് പൂജാ സാമഗ്രികൾ ഒരുക്കണം. ശിവലിംഗത്തിന്റെ ഒരു ഭാഗത്തോ പടിഞ്ഞാറ് ഭാഗത്തോ ആണ് പൂജാദ്രവ്യങ്ങൾ ഒരുക്കേണ്ടത്. മന്ത്രത്തിനനുസരിച്ചുള്ള പൂജാദ്രവ്യമാണ് സമർപ്പിക്കേണ്ടത്. അപ്പം മന്ത്രജപം, ഈ പൂജ ചെയ്യുന്നതിലൂടെ ഭഗവാന്റെ ഓം നമ ശിവായ മന്ത്രവും കൂടി ചേർത്ത് ജപിച്ചു കഴിഞ്ഞാലേ അതിന് ഫലം ഉണ്ടാവുകയുള്ളൂ. പൂർണ്ണ ഫലം കിട്ടണമെങ്കിൽ നാം ആ ശിവലിംഗ പൂജ നടത്തുന്നതിനോടൊപ്പം ആ പൂജയിലേക്ക് അർപ്പിക്കുന്ന പുഷ്പങ്ങൾ അർപ്പിക്കുന്ന സമയത്ത് നമ്മൾ ഭഗവാന്റെ ഓം നമ ശിവായ എന്ന മന്ത്രം കൂടി ജപിക്കേണ്ടതാണ്. മന്ത്രം ചൊല്ലാതെ നമ്മെ പൂജിക്കുന്നത് ഗുണം ചെയ്യില്ല. ഗീതം, വാദ്യം, നൃത്തം മുതലായവയോടൊപ്പം ഭക്തി പുരസരം രാത്രിയുടെ 1-ാം യാമത്തിൽ പൂജ നടത്തിയിട്ട് ഭക്തർ മന്ത്രം ജപിക്കണം. പല വിധത്തിലുള്ള സ്തോത്രങ്ങൾ കൊണ്ടും മന്ത്രങ്ങൾ കൊണ്ടും നമ്മെ പ്രീതിപ്പെടുത്തുക. വ്രതപൂർത്തീകരണത്തിന് വേണ്ടി ആ മഹാത്മ്യം ശ്രദ്ധയോടും ഭക്തിയോടും കൂടി രാത്രി മുഴുവനും മന്ത്രജപവും സ്തോത്രവും തുടരണം. പാർത്ഥിവലിംഗം നിർമ്മിച്ച് പൂജ നടത്തുന്നത് വളരെയധികം വിശേഷമായിരിക്കുന്നതാണ്. പ്രഭാവത്തോടെ സ്നാനം നടത്തിയിട്ട് മന്ത്രം ജപിക്കണം. അങ്ങനെ വ്രതങ്ങൾ പൂർത്തിയാക്കിയിട്ട് കൈകൂപ്പി നമ്മെ വീണ്ടും വീണ്ടും നമസ്കരിക്കണം. അനന്തരം നമ്മുടെ പ്രീതിക്കായി ഇപ്രകാരം പ്രാർത്ഥിക്കണം. നിയമോയോ മഹാദേവാ കൃതശ്ചൈവ തദാജ്ഞയാ വിധനജ്യത്തെ മയാ സ്വാമിൻ വ്രതം ജാതമനുത്തമം വ്രതേനാശേന ദേവേശാ യഥാശക്തി കൃതേന ച സന്തുഷ്ടോ ഭവ ശാർദവ്യാ കൃപാം കുരുമപോ മമോപരിയേ
സന്തുഷ്ടോ ഭവ ശർവാദ്യാ കൃപാം കുരുമപോ മമോപരി. മഹാദേവ, അവിടുത്തെ ആജ്ഞ അനുസരിച്ച് ഞാൻ ഇതാ വ്രതം അനുഷ്ഠിച്ചിരിക്കുന്നു. കാരുണ്യവാനായ ഭഗവാനെ, പരമോത്തമമായ ആ വ്രതം പൂർണ്ണമായി തീർന്നിരിക്കുന്നു. അതിനാൽ ഞാനിതാ അതിന് വിസർജനം നടത്തുന്നു. ദേവേശ്വര ശർവേ, ഈ ഭക്തന്റെ കഴിവിനനുസരിച്ച് ചെയ്ത ഈ വ്രതം മൂലം അവിടുന്ന് എന്നിൽ ദയവ് ചെയ്ത് സന്തോഷിക്കണമേ. ഇപ്രകാരം ചെയ്തതിനു ശേഷം നമുക്ക് പുഷ്പാഞ്ജലി സമർപ്പിച്ചിട്ട് യഥാവിധി ദാനം ചെയ്യണം. അനന്തരം ശിവഭക്തരായ ബ്രാഹ്മണർക്ക്, വിശേഷിച്ച് സന്യാസിമാർക്ക് ആഹാരം കൊടുത്ത് പൂർണ്ണ സംതൃപ്തരാക്കിയിട്ട് ആഹാരം കഴിക്കണം. ഹര ഹര മഹാദേവ ശംഭോ മഹാദേവ. സർവം ശ്രീ മഹാദേവാർപ്പണമസ്തു. സർവം ശ്രീ ജഗദംബാർപ്പണമസ്തു. സർവം ശ്രീ രാധാകൃഷ്ണാർപ്പണമസ്തു. ഹര ഹര മഹാദേവ ശംഭോ മഹാദേവ. അപ്പൊ ഇതാണ് ശിവരാത്രി വ്രതം എന്ന് പറയുന്നത്. ശിവരാത്രി വ്രതത്തിനെ കുറിച്ച് അങ്ങനെ പ്രത്യേകിച്ച് പറയാനില്ല, നമ്മളത് ഓടിച്ച് പറഞ്ഞു പോകാം. അപ്പം ഈ വ്രതം എന്ന് പറയുന്നത് അത്രയും മഹത്വമായിട്ടുള്ള വ്രതമാണ്. ഈ വ്രതം അനുഷ്ഠിക്കുന്നതിലൂടെ നമുക്ക് നമ്മുടെ സകല പാപങ്ങളും കഴുകി കളയാൻ കഴിയുന്നതാണ്. അപ്പം ഈ ശിവരാത്രി വ്രതത്തിന്റെ ദിവസമൊക്കെ നമ്മൾ ഇതുപോലെ എന്താ പറയുക, രാത്രിയൊക്കെ ഇങ്ങനെ ഉറക്കം ഒഴിച്ചിരുന്നാണ് നമ്മൾ പലരും ശിവരാത്രി വ്രതം എടുക്കുന്നതല്ലേ. അപ്പം അങ്ങനെ ഉറക്കം ഒഴിച്ചിരുന്ന് തന്നെ ശിവരാത്രി വ്രതം എടുക്കണമെന്നുള്ളതാണ്. ഹര ഹര മഹാദേവ ശംഭോ മഹാദേവ. അപ്പോൾ എനിക്ക് കുറച്ച് കാര്യം പറയാനുണ്ട് ഇനിയും. ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഓരോ ഓഫീസുകളിലെ ഓരോരോ പ്രശ്നങ്ങളാണ്. അപ്പം ഞാനിത് പറഞ്ഞു വെച്ചാൽ സത്യമായിട്ട് പറയാൻ വേണ്ടിയിട്ട്, സത്യസന്ധമായിട്ട് പറയാൻ വേണ്ടിയിട്ട്, കാരണം എല്ലാവരുടെയും നന്മയ്ക്ക് വേണ്ടിയിട്ട്. ആരെങ്കിലും എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതവർ തിരുത്തി നേരെ ആകാനും കൂടി വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് കേട്ടോ. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം എനിക്ക് ഇടയ്ക്ക് ഒരു കോള് വന്നായിരുന്നു. കോള് വന്നിട്ട് എന്നോട് ചോദിച്ചു, എന്തിനാണ് ഇങ്ങനെയൊക്കെ പറയുന്നത്? അപ്പം ഇതിന് മുന്നേ ഉള്ള എൻ്റെ ആ ഒരു ലൈവ് വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. എന്തിനാണ് ഇയാൾ ഇങ്ങനെയൊക്കെ പറയുന്നത്? ഇയാൾ അന്ന് ഇൻ്റർവ്യൂവിന് വന്ന സമയത്ത് ഇയാള് പിന്നെ ഈ ഡിഗ്രി ഇല്ലായിരുന്നല്ലോ അങ്ങനെ. അപ്പം ഞാൻ ചോദിച്ചു, അവിടെ +2 പാസ്സായവരും അവിടെ ജോലിക്ക് ഇരിക്കുന്നുണ്ടല്ലോ എന്ന് ചോദിച്ചു. ഞാൻ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തില്ല, അത് സത്യമായ കാര്യം തന്നെയാണെന്ന് പറഞ്ഞു. അതല്ല, അങ്ങനെയല്ല, ഇയാൾക്ക് ക്വാളിറ്റി ഇല്ല. ഞാൻ പറഞ്ഞു, എന്ത് ക്വാളിറ്റി ഇല്ല? ഞാൻ അന്ന് നല്ല രീതിയിൽ ക്വാളിറ്റി ആയിട്ട് തന്നെയാണ് നമ്മളൊരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുമ്പോൾ അത് അതിൻ്റെതായ രീതിയിൽ ക്വാളിറ്റി ആയിട്ട് തന്നെയായിരിക്കും നമ്മൾ അറ്റൻഡ് ചെയ്യുന്നത് അല്ലേ. നമ്മൾ മറ്റിടത്ത് എന്തെങ്കിലും സംസാരിക്കും, അല്ലെങ്കിൽ ഇപ്പം ഞാനൊരു ഒരാളെ ഉപദ്രവിക്കുന്ന അല്ലെങ്കിൽ ഒരാൾ ഉപദ്രവിക്കാൻ വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് നമ്മൾ പെരുമാറേണ്ടെന്നുള്ള കാര്യം ഞാൻ പറഞ്ഞു. അപ്പം അത് പറയുമ്പോൾ നമുക്കിങ്ങനെ നിങ്ങളിങ്ങനെ ഒരാൾ ഉപദ്രവിക്കാൻ വരുമ്പോൾ നിങ്ങളിതുപോലെ ഇങ്ങനെ മുഷ്ടി ചുരുട്ടിയിട്ട് ഇങ്ങനെ ഇരിക്കണം, എന്നിട്ട് അയാളോട് നിങ്ങൾ പോവാൻ പറയണം, ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നടക്കില്ലല്ലോ. അപ്പം അത് പറയാൻ അതിൻ്റെതായൊരു ടോണുണ്ട് അല്ലേ. ആ രീതിയിൽ തന്നെ നമ്മൾ പറഞ്ഞത് ഇതാക്കണം. അതുപോലെ ഓരോ കാര്യങ്ങൾ നമ്മൾ പറയുന്നതിന് അതിൻ്റെതായിട്ടുള്ളതുണ്ട്. ഇപ്പോൾ ഓഫീസിൽ പോയിരിക്കുകയാണ്. അപ്പോൾ ഓഫീസിൽ ഇരിക്കുമ്പോൾ നമ്മളോട് ഒരാൾ ചോദിക്കുമ്പോൾ നമ്മൾ ക്വാളിറ്റി ആയിട്ട് തന്നെയായിരിക്കും സംസാരിക്കുന്നത് അല്ലേ. ആ സമയത്ത് നമുക്ക് ക്വാളിറ്റി ഇല്ലാതെ ഒന്നും നമ്മൾ സംസാരിക്കും. അപ്പം ഇയാൾക്ക് ഓരോ എക്സ്ക്യൂസസ് ആണ്. ഞാൻ എന്തിനാണ് ഇങ്ങനെ ഇതിൽ കൂടെ പറഞ്ഞതെന്നുള്ള രീതിയിലുള്ള ദേഷ്യവും എക്സ്ക്യൂസസ് ആണ്. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ ക്വാളിറ്റി ആയിട്ട് തന്നെയാണ് സംസാരിച്ചത്. അപ്പം നിങ്ങൾക്ക് ഞാൻ ക്വാളിറ്റി ആയിട്ടല്ല സംസാരിച്ച്, ക്വാളിറ്റി കുറവായിട്ടാണ് നിങ്ങൾക്ക് തോന്നി, നിങ്ങൾ ക്വാളിറ്റി ഉള്ള ആളെ എടുത്തോളാൻ പറഞ്ഞു. പക്ഷെ അവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ സംസാരിച്ചെന്ന് വെച്ചാൽ അവർക്ക് 24 വയസ്സിനകത്തുള്ള കുട്ടിയെ തന്നെ വേണം. അവർക്ക് നല്ല ഗ്ലാമറുള്ള, അത്രയും എന്താ പറയുക, ഭയങ്കര മോഡേൺ ആയിട്ടുള്ള, അത്രയും മോഡലായിട്ടുള്ള കുട്ടിയെ തന്നെ അവർക്ക് വേണം. ഞാനന്ന് ഇൻ്റർവ്യൂവിന് പോയപ്പോൾ ഇങ്ങനെയൊന്നും അല്ല കേട്ടോ പോയത്. ചെറിയൊരു പൊട്ട് വെച്ചിട്ടുണ്ടായിരുന്നു, കുറിയൊന്നും ഇട്ടിട്ടില്ല. പിന്നെ എന്താ പറയുക, മുടിയൊക്കെ നല്ല രീതിയിൽ തന്നെ കെട്ടിയിരുന്നത്, പിന്നെ നല്ലൊരു ചുരിദാറായിട്ടിരുന്നത്. ഇതുപോലെയൊന്നും അല്ല, ഒരു പ്ലെയിൻ ആയിട്ടുള്ള ചുരിദാർ. നമ്മൾ ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ അതിൻ്റെതായ രീതിയിലാണല്ലോ പോകുന്നത്. നല്ലപോലെ ഷാള് മടക്കിയൊക്കെ നല്ല രീതിയിൽ ഇട്ടിരുന്നു. നമ്മൾ അത്രയും സ്റ്റാൻഡേർഡ് ആയിട്ട് തന്നെയാണ് പോയത്, അത്രയും സ്റ്റാൻഡേർഡ് ആയിട്ട് തന്നെയാണ് സംസാരിച്ചതും, അത്രയും ക്വാളിറ്റി ആയിട്ട് തന്നെയാണ് ആ ഇൻ്റർവ്യൂ ഞാൻ അറ്റൻഡ് ചെയ്തത്. അതെനിക്ക് നല്ല ബോധ്യമുണ്ട്, അതെനിക്ക് നന്നായിട്ട് അറിയാവുന്ന കാര്യമാണ്. എന്നോട് ചോദിച്ചത് ഇങ്ങനെയാണ്, എവിടെയാണ് സ്ഥലം എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, സാർ എൻ്റെ സ്ഥലം എന്ന് പറയുന്നത് ഇന്ന സ്ഥലമാണ്, ഇപ്പം പറയുന്നില്ല ഇതിൽ കൂടെ. അപ്പം ഇന്ന സ്ഥലമാണ് സാർ എന്ന് പറഞ്ഞു. അപ്പോൾ ചോദിച്ചു, മാരീഡ് ആണോ, കല്യാണം കഴിഞ്ഞിട്ട് എത്ര വർഷമായെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, സാർ ഞാൻ കല്യാണം കഴിഞ്ഞിട്ടിപ്പോൾ ഇത്ര വർഷമായി. അത് ഞാൻ ഇതേപോലെ തന്നെ നല്ല രീതിയിൽ തന്നെ സംസാരിച്ചത്.
പിന്നെ ക്വാളിഫിക്കേഷൻ ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ എനിക്ക് 2 year എക്സ്പീരിയൻസ് ആണ്, ടെലികോളിംഗ് ആൻഡ് കമ്പ്യൂട്ടറാണ്, ഇന്ന സ്ഥാപനത്തിലാണ്, ഇന്നതാണ് സാർ, ഇങ്ങനെയൊക്കെ ഞാൻ അതിൻ്റെതായ രീതിയിൽ തന്നെ സംസാരിച്ചു. പിന്നീട് വീട്ടിൽ ആരൊക്കെ ഉണ്ടെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു വീട്ടിൽ ഹസ്ബൻഡ് അച്ഛനും അമ്മയും, ഹസ്ബൻഡ് അച്ഛനും അമ്മയും, മോനുണ്ട്, എൻ്റെ മോനുണ്ട്, ഞാനുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ കുട്ടിക്ക് എത്ര വയസ്സായെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു കുട്ടി 1ാം ക്ലാസ്സിലാണ്, അത് അമ്മയുണ്ട് നോക്കിക്കൊള്ളും, അങ്ങനെയൊക്കെ പറഞ്ഞു. കുട്ടി ആര് നോക്കുമെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു അമ്മയുണ്ട്, ഹസ്ബൻഡിൻ്റെ അമ്മയുണ്ട്, നോക്കിക്കൊള്ളും, അങ്ങനെയൊക്കെ പറഞ്ഞു. അപ്പം ഇതെല്ലാം ഈ അറ്റൻഡ് ചെയ്തപ്പോൾ ഞാൻ ആ സാർ എങ്ങനെയാണോ എന്നോട് ചോദിച്ചത് അതേ രീതിയിൽ തന്നെയാണ് ഞാൻ നല്ല രീതിയിൽ തന്നെയാണ് സംസാരിച്ചതും നല്ല രീതിയിൽ തന്നെയാണ് അറ്റൻഡ് ചെയ്തതും. പക്ഷേ ഇയാൾക്ക് എന്നെ എടുക്കാൻ താല്പര്യമില്ല. അപ്പം ഇയാൾ പിന്നെ എടുത്തെടുത്ത് ചോദിക്കുന്നത് ഇയാൾക്ക് 28 വയസ്സായല്ലേ, 28 വയസ്സായല്ലേ, ഇങ്ങനെ ഒരു മനസ്സിലായോ? അതായത് എനിക്ക് 28 വയസ്സായി പോയി എന്നുള്ളതാണ് അയാൾക്ക്. പക്ഷെ എന്നെ കണ്ടാൽ 28 വയസ്സുണ്ടെങ്കിൽ എനിക്ക് അത്രയും വയസ്സ് പറയത്തില്ല. അപ്പം ഇയാൾക്ക് ഞാൻ 28 വയസ്സായി പോയി എന്നുള്ളതാണ് ഇയാളുടെ ഒരു പ്രോബ്ലം, മനസ്സിലായോ? ഇതിപ്പോൾ ഈ ഇടയ്ക്കൊന്നും അല്ല നടന്നത്, ഇപ്പോൾ ഏകദേശം ഒരു 6 months എബോ ആവും ഈ ഒരു സംഭവം. അപ്പം ഞാനതേ ക്വാളിറ്റിയിൽ തന്നെയാണ് സംസാരിച്ചത്. ക്വാളിറ്റി ഇല്ലാതെ ആരും ഒരിക്കലും ഇന്റർവ്യൂ പോയിരുന്ന സ്ഥലത്ത് തെറിച്ച് സംസാരിക്കില്ല. നമുക്ക് ജോലി വേണമല്ലോ, അതുകൊണ്ട് നമ്മൾ അത്രയും ക്വാളിറ്റി ആയിട്ടായിരിക്കും നമ്മൾ സംസാരിക്കുന്നത്. അപ്പോൾ ഇയാൾ പറഞ്ഞു എനിക്ക് ഇതേപോലെ ഈ സാർ പറഞ്ഞു ഇങ്ങനെ എടുക്കാൻ കഴിയില്ല, കാരണം മാരീഡ് ആയതുകൊണ്ടാണ്. അത് മാത്രമല്ല നമുക്ക് പിന്നെ ഈ പറഞ്ഞ പോലെ ഇപ്പം അങ്ങനെ വേക്കൻസീസ് അവൈലബിൾ അല്ല, അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞു. വേക്കൻസീസ് വരുമ്പോൾ ഞങ്ങൾ വിളിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് വേറെ ഇതേ സമയത്ത് തന്നെ വേറെ അവിടെ ഒരു മോഡലായിട്ടൊരു പെൺകുട്ടി വന്നു, ഒരു വെളുത്തൊരു പെൺകുട്ടി വന്നു. അതിന് 10-24 വയസ്സേ തോന്നിക്കത്തുള്ളായിരുന്നു, 10-21 വയസ്സൊക്കെ തോന്നിക്കുള്ളൂ. ആ കുട്ടീനെ അവർ എടുത്തു. എന്നെ സെലക്ട് ചെയ്യേണ്ടതാണ്, എനിക്ക് 2 year എക്സ്പീരിയൻസ് ഉണ്ട്, പക്ഷെ എന്നെ സെലക്ട് ചെയ്തില്ല, ആ കുട്ടി എടുത്തു. അപ്പം ആ കുട്ടിക്ക് ഡിഗ്രി പോലും ഇല്ല. എനിക്ക് ഡിഗ്രി ഉണ്ട്, പക്ഷെ ഞാൻ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തില്ല എന്നുള്ളതേ ഉള്ളൂ, 2 വർഷം പോയി എന്നുള്ളത്. അപ്പം അത് മനഃപൂർവ്വം, അത് ഇവരുടെ ഒരു എക്സ്ക്യൂസ് ആണ്. ഇവർക്ക് കല്യാണം കഴിച്ച പെൺകുട്ടികളെ വേണ്ട, മനസ്സിലായോ? മിക്ക സ്ഥാപനങ്ങൾ, ഈ ടാറ്റ ഡെറിക്കിൽ മാത്രം കാര്യമല്ല ഞാൻ ഈ പറയുന്നത്, ഏത് സ്ഥാപനങ്ങളിൽ പോയാലും ഞാൻ എന്നിട്ട് അവസാനം ഒരു ഇതുപോലെങ്കിലും പറഞ്ഞു ഞാൻ, സാർ എനിക്ക് കുറച്ച് അടുത്താണ് ഇവിടെ, അതുകൊണ്ടാണ് സാർ ഞാൻ ഈ ജോബ് തന്നെ വേണമെന്ന് പറഞ്ഞ കാര്യം അതാണ് എന്നൊക്കെ ഞാൻ പറഞ്ഞു നോക്കി. പക്ഷെ അയാളെ എടുക്കില്ലെന്ന് വെച്ചാൽ അയാൾ എടുക്കില്ല. ഇത് മാനേജർ അല്ലല്ലോ ഇത് തീരുമാനിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇതിന്റെ ഏറ്റവും ഉയർന്ന തലത്തിലുള്ളവർ അല്ലെങ്കിൽ ഉയർന്ന ഇതിന്റെ ഉദ്യോഗസ്ഥർ ആരാണെന്ന് വെച്ചാൽ അവരെ വേണം നമ്മൾ ഇത് ചെയ്യാൻ. ഇയാളൊരു തമിഴിനാണെന്നാണ് എനിക്ക് തോന്നുന്നത്, അറിയില്ല, തമിഴാണോ എന്ന് എനിക്കറിയില്ല, കേട്ടില്ല, അയാൾ തമിഴ് ചുവ ഉള്ളതുപോലെ തോന്നിയിട്ടുണ്ട്. അപ്പം എന്തായാലും അത് നമ്മൾ ഇനി സംസാരിക്കേണ്ട ആവശ്യമില്ല. കാരണം ഞാനിപ്പോൾ ഇത് നിങ്ങളോട് പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇയാൾ ഇങ്ങനെ ഒരു കാര്യം എന്നോട് പറഞ്ഞു, ഞാൻ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തപ്പോൾ ഇങ്ങനെയാണ് സംസാരിച്ചെന്നുള്ള രീതിയിൽ അയാൾ എന്നോട് പറഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് ഇപ്പം ഇത് പറയാൻ കാരണം. അപ്പം അയാളോട് എനിക്ക് പറയാനുള്ളത് ഇത് തന്നെയാണ്. ഞാൻ അതിൻ്റെതായ രീതിയിൽ നല്ല രീതിയിൽ തന്നെയാണ് ഞാൻ ആ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തത്, നല്ല രീതിയിൽ തന്നെയാണ് ഞാൻ സംസാരിച്ചത്. പക്ഷെ അയാൾ എന്നെ ജോലിക്ക് എടുത്തില്ല. അയാൾക്ക് എന്നെ ജോലിക്ക് എടുക്കാതിരിക്കാൻ യാതൊരു ഇതും ഇല്ലായിരുന്നു. ഞാൻ കണ്ടിട്ട് എൻ്റെ ഭാഗത്തുനിന്ന് ഒരു ഫോൾട്ടോ എനിക്ക് അതായിട്ട് തോന്നിയിട്ടില്ല. അയാളുടെ കണ്ണിൽ അയാൾക്ക് അങ്ങനെ ആയിരിക്കും തോന്നിയിട്ടുണ്ടാവുക. അയാളുടെ ഉദ്ദേശം മറ്റെന്തെങ്കിലും ആയിരിക്കും, മനസ്സിലായോ? അപ്പൊ അയാൾക്ക് പ്രായം കുറഞ്ഞ കുട്ടിയെ വേണമായിരുന്നു, അതുകൊണ്ട് അയാൾ അങ്ങനെ ചെയ്തു. അയാൾക്ക് കുറച്ചുകൂടി ഈ പറഞ്ഞ പോലെ അയാൾ എന്താണ് ഉദ്ദേശിച്ചതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ചിലപ്പോൾ അതുകൊണ്ടായിരിക്കാം, അവർക്ക് മാരീഡ് ആയവരെ എടുക്കാൻ താല്പര്യമില്ലായിരിക്കും, അതുകൊണ്ടായിരിക്കും അവരങ്ങനെ ചെയ്തത്, മനസ്സിലായോ? അതിന് ഞാൻ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തത് എനിക്ക് 100% ഉറപ്പുണ്ട്, ഞാൻ നല്ല രീതിയിൽ തന്നെയാണ് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തത്. ഇത് എൻ്റെ മാത്രം അനുഭവമല്ല, എന്നെ പോലെയുള്ള ഒരുപാട് പെൺകുട്ടികളുടെ, ഒരുപാട് കല്യാണം കഴിഞ്ഞ് മാരീഡ് ആയിട്ടുള്ള പെൺകുട്ടികളുടെ ഒരുപാട് ക്വാളിറ്റീസ് ഉള്ള, അത്രയും ആ എടുത്ത പെൺകുട്ടിക്ക് നമ്മുടെ അത്ര ക്വാളിറ്റി ഉണ്ടോ എന്ന് അറിയില്ല. അപ്പൊ അത്രയും ക്വാളിറ്റി ഉള്ള പെൺകുട്ടികളെ മനഃപൂർവ്വം അവർ എടുക്കാത്തത് തന്നെയാണ്. അങ്ങനെ ഇത് എൻ്റെ മാത്രം അനുഭവമല്ല, ഒരുപാട് ചേച്ചിമാർക്ക് ഇതുപോലുള്ള ഒരുപാട് പേർക്ക്, ഒരുപാട് പെൺകുട്ടികൾക്ക് ഇതുപോലുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അവരെ എടുക്കില്ല. അവർക്ക് വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേപോലെയുള്ള പെൺകുട്ടികളെയാണ് അവർക്ക് വേണ്ടത്. അവരുടെ ഇതിനനുസരിച്ച് നിൽക്കുമെന്നുള്ള, അല്ലെങ്കിൽ അവർ ഇന്റർവ്യൂ ചെയ്യുമ്പോൾ അവർക്കത് മനസ്സിലാക്കാൻ കഴിയും, ഇത് നമ്മൾ വളയുന്ന ടൈപ്പാണ്, അല്ലെങ്കിൽ നമ്മുടെ ഇതിനനുസരിച്ച് നിൽക്കുന്ന ഇതാണെന്ന് മനസ്സിലാക്കുന്നവരെ മാത്രം അവർ എടുക്കത്തുള്ളൂ. അല്ലെങ്കിൽ ചിലപ്പോൾ അവർക്ക് അറിയാവുന്ന ആരെങ്കിലും കൊളീഗ്സോ അവരുടെ ഫ്രണ്ട്സോ അങ്ങനെയായിട്ടുള്ളവരെ അവരെ എടുക്കത്തുള്ളൂ. പക്ഷെ ഇതിന്റെ ഉയർന്ന ഇതിലിരിക്കുന്ന ഓഫീസർമാരൊന്നും ഇതൊന്നും അറിയുന്നില്ല. ഇതിന്റെ താഴേക്ക് വരുന്ന ഈ മാനേജർമാര് അല്ലെങ്കിൽ HR ഇവരൊക്കെയല്ലേ ഇത് എടുക്കുന്നത്, ജോലിക്ക് ഒരാളെ സെലക്ട് ചെയ്യുന്നത്.
അപ്പൊ ഇതിന്റെ മേലെ കിടയിലുള്ള ഉദ്യോഗസ്ഥർക്ക് ഇതിനെക്കുറിച്ച് അറിയില്ല. അപ്പൊ ക്വാളിറ്റി ഇല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് ഒരിക്കലും ഇതാക്കാൻ കഴിയുന്ന കാര്യമില്ല. ഞാൻ അത്രയും ക്വാളിറ്റി ആയിട്ട്, അത്രയും റെസ്പെക്റ്റ് ആയിട്ട്, അത്രയും സ്റ്റാൻഡേർഡ് ആയിട്ട് തന്നെയാണ് ഞാൻ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തത്. 100% ഞാൻ എവിടെയൊക്കെ ഇന്റർവ്യൂവിന് പോയിട്ടുണ്ട് അവിടെ എല്ലാം നല്ല രീതിയിൽ തന്നെയാണ് ഞാൻ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ടുള്ളത്. അതെനിക്ക് 100% ഉറപ്പായിട്ടുള്ള കാര്യമാണ്. പക്ഷേ അവരത് ഡിസ്ക്വാളിഫൈഡ് ചെയ്ത് അതെന്തോ അവരുടേതായിട്ടുള്ള സ്വാർത്ഥ കാര്യങ്ങൾ കൊണ്ട് മാത്രമാണ്. അത് എനിക്ക് തീർച്ചയായിട്ടും പറയാം. അപ്പം ഇതിപ്പം പോപ്പുലർ ആയാലും ശരി, ടാറ്റ ഡെറിക്ക് ആയാലും ശരി, എനിക്ക് ഒരുപാട് സ്ഥലത്ത് ഇതേപോലെയുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്, പല അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പം എന്നിട്ട് സർക്കാരിനെ അല്ലെങ്കിൽ ഒരു സർക്കാരിനെ കുറ്റം പറഞ്ഞിട്ടോ ഏതെങ്കിലും പാർട്ടിയെ കുറ്റം പറഞ്ഞിട്ടോ മാത്രം കാര്യമില്ല. ഇതിനകത്തിരിക്കുന്ന ഈ പറയുന്ന ഉദ്യോഗസ്ഥർ, ഓഫീസർമാരാണ്, മാനേജർമാർ അല്ലെങ്കിൽ HR ആണ് ഇതിന്റെ പ്രശ്നക്കാരെന്ന് പറയുന്നത്. കാരണം അവരുടേതായിട്ടുള്ള സ്വാർത്ഥമായിട്ടുള്ള കാര്യം കൊണ്ടാണ് അവർ പല ഉദ്യോഗാർത്ഥികളെ എടുക്കാതെ അവർ റിജക്ട് ചെയ്ത് വിടുന്നത്. അത് മിക്ക പ്രൈവറ്റ് സ്ഥാപനങ്ങളിൽ ഇത് തന്നെയാണ് അവസ്ഥ, മനസ്സിലായോ? അപ്പൊ അതുകൊണ്ട് ഒരിക്കലും ഇത് വെച്ചിട്ട് ജോലി കിട്ടാത്തത് പാർട്ടിക്കാരുടെ കുഴപ്പം കൊണ്ടാണ് അല്ലെങ്കിൽ മന്ത്രിയുടെ കുഴപ്പം കൊണ്ടാണ് ജോലി കിട്ടാതെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഈ പറയുന്ന സ്ഥാപനത്തിൽ മന്ത്രിയോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും ഇറങ്ങി വരുന്നില്ല. ഇവൻ അന്ന് എന്നെ വിട്ടതെന്ന് പറയുന്ന അന്ന് എന്നെ വിട്ടത് ഒരു ഏജൻസി വഴി തന്നെയാണ് എന്നെ ഈ ഇന്റർവ്യൂവിന് വിട്ടത്. പക്ഷെ ഏജൻസിക്കാർ അവർക്ക് വിടാൻ മാത്രമല്ലേ കഴിയുള്ളൂ. ഇത് എടുക്കണോ എടുക്കണോ തീരുമാനിക്കുന്നത് ഈ പറയുന്ന ആൾക്കാരാണല്ലോ. അപ്പം ചില ഏജൻസികളും പറ്റിപ്പുണ്ട് കേട്ടോ. എല്ലാ ഏജൻസിയും പറ്റിപ്പാണെന്ന് ഞാൻ പറയുന്നില്ല. ചില ഏജൻസികളും പറ്റിപ്പുണ്ട്. ഏജൻസികൾ വഴി കൊടുത്തിട്ടും എൻ്റെ കയ്യിൽ നിന്ന് ക്യാഷൊക്കെ പോയിട്ടുണ്ട്. അപ്പം ഏജൻസി അവർ പറഞ്ഞു വിടുന്നുണ്ട്, പക്ഷെ ജോലിക്ക് എടുക്കേണ്ടത് ഇവരാണ്. ഇവർ ജോലിക്ക് എടുക്കുന്നില്ല. അത് ഇവരുടെ കയ്യിലെ ഫോൾട്ടാണ്, മനസ്സിലായോ? അതിന് ഏജൻസിക്കാരെയോ അല്ലെങ്കിൽ മന്ത്രിമാരെയോ അല്ലെങ്കിൽ നമ്മുടെ നിയമങ്ങളെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അവരാരും ആ സമയത്ത് അവിടെ ഇല്ല. ആ സമയത്ത് ഈ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്ന കുട്ടിയും ഈ പറയുന്ന സാറും, ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്ന ആ ക്ലയന്റും ഈ പറയുന്ന മാനേജറോ അല്ലെങ്കിൽ HR ഇന്റർവ്യൂ ചെയ്യുന്ന ആളോ ആയിരിക്കും അവിടെ ഉണ്ടാവുന്നത്. അപ്പം ആ ഇന്റർവ്യൂ ചെയ്യുന്ന ആൾക്കുള്ള ആ മനുഷ്യന്റെ അകത്തിരിക്കുന്ന മൃഗം, മനസ്സിലായോ? ആ മൃഗത്വം, അതായത് മറ്റേ എന്താ പറയാ, അയാളുടെ എന്താ പറയാ, മാരീഡ് ആണ് എന്നുള്ള ചിന്ത, ഇത്രയും വയസ്സുണ്ട്, ഈവൻ മാരീഡ് അല്ലാത്ത വയസ്സ് കുറഞ്ഞ പെൺകുട്ടിയെ എടുക്കാമല്ലോ. അപ്പം ഞാനൊരു കാര്യം ചോദിക്കട്ടെ, അങ്ങനെ നിങ്ങൾ എടുക്കുമ്പോൾ മാരീഡ് ആയിട്ടുള്ള വയസ്സ് ഈ 28 അങ്ങനെയൊക്കെ ഉള്ളവർക്ക് ജോലി വേണ്ടേ? അങ്ങനെയുള്ളവർക്കും ജോലി വേണമല്ലോ. അങ്ങനെയുള്ളവരും പലതരത്തിലുള്ള ഗവൺമെന്റ് ടെസ്റ്റ് ഒക്കെ എഴുതുന്നുണ്ടായിരിക്കും. അവർക്ക് ചിലപ്പോൾ പല ഫിനാൻഷ്യലി പ്രശ്നങ്ങൾ, കടങ്ങൾ അങ്ങനെയൊക്കെ കാണും, ബുദ്ധിമുട്ടുകളാണ്. അതുകൊണ്ടായിരിക്കും അവർ ഒരു ജോലിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ പ്രൈവറ്റ് സ്ഥാപനങ്ങളെ സമീപിക്കുന്നത്. അപ്പൊ അവരെ നിങ്ങൾ എടുക്കാതെ നിങ്ങൾ ഈ കൊച്ചു പെൺകുട്ടികളെ എടുക്കുകയുള്ളൂ. ഇത് മിക്ക സ്ഥാപനങ്ങളിൽ തന്നെ കൊച്ചു പെൺകുട്ടികളെ എടുക്കുകയുള്ളൂ. ഇവരെന്നിട്ട് പറയുന്നത് വെച്ചാൽ കൊച്ചു പെൺകുട്ടികളാകുമ്പോൾ അവർക്ക് പ്രാരാബ്ദങ്ങൾ ഉണ്ടാവില്ല, അവർക്ക് വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവത്തില്ല. അതുകൊണ്ട് അവരെന്താ കറക്റ്റ് സമയത്ത് തന്നെ അവർ ജോലിക്ക് വരും. ഞാൻ ചോദിക്കട്ടെ, ഈ കല്യാണം കഴിഞ്ഞവരെന്താ കറക്റ്റ് സമയത്ത് ജോലിക്ക് വരുന്നില്ലേ? കല്യാണം കഴിഞ്ഞ അതിന് മുന്നേ നിൽക്കുന്നത്. ഇത് ഇപ്പോഴാണ് ഇങ്ങനെ എടുക്കാത്തത്, മുന്നേയൊക്കെ അത്ര പ്രശ്നങ്ങളില്ലായിരുന്നു. അപ്പൊ ഈ കല്യാണം കഴിഞ്ഞ ശിശുമാരെന്താ, അവരാരും എന്താ കറക്റ്റ് സമയത്ത് ഓഫീസിൽ വരുന്നില്ലേ? അവർ കറക്റ്റ് സമയത്ത് സൈൻ ചെയ്യുന്നില്ലേ? അവർ ആ കറക്റ്റ് സമയത്ത് കയറുന്നില്ലേ? അവർ ജോലി ചെയ്യുന്നില്ലേ? അവർ കറക്റ്റ് സമയത്ത് അവര് രാവിലെ കുട്ടികളെ ഇപ്പം 8:30 ആണെങ്കിൽ അവർ സ്കൂളിൽ വിടുന്നുണ്ട്, അവർ കറക്റ്റ് സമയത്ത് തന്നെ ഓഫീസിൽ വരുന്നുണ്ട്. അവർ എക്സ്ക്യൂസസ് ഒന്നും പറയാറില്ല. പക്ഷെ ഇവർക്ക് എടുക്കാൻ വയ്യ. ഇവർക്ക് എന്താ വേണ്ടത്? ഇവർക്ക് ആ ഒരു സീറ്റ്, ആ സീറ്റിൽ ഇനിയിപ്പോ കുറച്ച് പ്രായം കുറഞ്ഞ 24-23 വയസ്സിനകത്തുള്ള ഇത്തിരി തുടുത്ത് വെളുത്ത പെൺപിള്ളാരെയൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ അവരെയും കാര്യങ്ങളൊക്കെ നടക്കുമല്ലോ. ഈ മനുഷ്യൻ മൃഗമാണ്. ആ മനുഷ്യന്റെ, ആ HR അല്ലെങ്കിൽ ആ മാനേജറിന്റെ ഉള്ളിലിരിക്കുന്ന ആ മൃഗമാണ് അവിടെ പ്രവർത്തിക്കുന്നത്. അപ്പൊ അയാളുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടിയിട്ട് മാത്രമാണ് അയാൾ ഒരു സ്റ്റാഫിനെ തെരഞ്ഞെടുക്കുന്നത്, മനസ്സിലായോ? അപ്പൊ ഇത് ഒരു സ്ഥാപനത്തിൽ മാത്രമല്ല, മിക്ക സ്ഥാപനങ്ങളിൽ ഇത് തന്നെയാണ് നടക്കുന്നത്. ഏജൻസിക്കാർ വിടുന്നുണ്ട്, പക്ഷെ അവരെ നമുക്ക് അങ്ങനെ കുറ്റം പറയാൻ പറ്റില്ല. അപ്പം ഞാനിങ്ങനെ എനിക്കൊരു 7-8 ഇന്റർവ്യൂ ഇങ്ങനെ ഓരോ സ്ഥലത്ത് വിട്ടിട്ട് എല്ലാം ഒന്നും അവർ വിളിച്ചില്ല. അവരെടുക്കുന്ന എല്ലാം ഈ ഞാൻ പോയി ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നിടത്തെല്ലാം അവർ പറയുന്നുണ്ട് എടുക്കുന്നുണ്ട്, 23 വയസ്സിനകത്തുള്ള കുട്ടികളെ മാത്രമേ അവർ എടുക്കുന്നുള്ളൂ, അല്ലെങ്കിൽ 25 വയസ്സിനകത്തുള്ള പെൺകുട്ടികളെ മാത്രമേ എടുക്കുന്നുള്ളൂ. മാരീഡ് ആണെന്ന് കഴിഞ്ഞാൽ അവർ എടുക്കുന്നില്ല. അവരവിടെ ക്വാളിഫിക്കേഷനോ അല്ലെങ്കിൽ വർക്ക് ചെയ്യാനുള്ള എനർജിയോ അല്ലെങ്കിൽ വർക്ക് ചെയ്യുമോ എന്നുള്ള ഇതോ അല്ലെങ്കിൽ എക്സ്പീരിയൻസോ ഒന്നും അല്ല അവർ നോക്കുന്നത്. അവർ നോക്കുന്നത് അവരുടെ ഈ HR ഈ മാനേജറും നോക്കുന്നത്. അപ്പൊ ഇതിന്റെ മുകൾ തലത്തിലുള്ള ആൾക്കാർ, ഇതിന്റെ ഓണേഴ്സ് ഇത് അറിയാത്തത് കൊണ്ടാണ്. ഈ ഓണേഴ്സ് ഇത് അറിഞ്ഞിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും ഇവിടെ ജോലി കിട്ടിപ്പോയാനെ, മനസ്സിലായോ? ഇത് ഇവന്മാരെ ഏൽപ്പിച്ചേക്കുന്നുണ്ട്. ഈ പറയുന്ന HR മാനേജർ ഇവന്മാരെ ഏൽപ്പിച്ചേക്കുന്നതുകൊണ്ടാണ് ഈ ശമ്പളം കൊടുക്കുന്നത് ഇവന്മാരെയാണ് ഏൽപ്പിച്ചേക്കുന്നത്. അപ്പൊ ഇവന്മാരാണ് ശമ്പളം വരെയും കൊടുക്കുന്നത്. അപ്പൊ ഇതുകൊണ്ടാണ് ഇതിന്റെ താഴെ നിൽക്കുന്നവർക്കായാലും കറക്റ്റ് സാലറി കിട്ടാത്തതും അല്ലെങ്കിൽ താഴെ ഇങ്ങനെ വരുന്നവരെ അവർ കറക്റ്റായിട്ട് ജോലിക്ക് എടുക്കാത്തതും കാര്യം അതുകൊണ്ടാണ്, മനസ്സിലായോ?
അപ്പം അതിന് അധികാരപ്പെട്ടവർക്ക് ഈ സ്റ്റാഫ്സ് തന്നെ, അല്ലെങ്കിൽ നിൽക്കുന്ന സ്റ്റാഫ്സ് തന്നെ, അല്ലെങ്കിൽ ആരാന്ന് വെച്ചാൽ അവർ തന്നെ ഇത് പേടിച്ചിട്ട് അവർ പറയില്ല. കാരണം അവർ ജോലി പോയാൽ ഇവർ ഉള്ള സാലറിയിൽ ഇവർ സംതൃപ്തപ്പെട്ട് ഇവർ തെറികൾ കേട്ടാൽ എങ്ങനെയായാലും ഇവന്മാരുടെ കീഴിൽ ഇങ്ങനെ നിന്ന് അവരുടേതായ ഇത് കളയുകയാണ് ചെയ്യുന്നത്. അപ്പം ഇതിൻ്റെ അധികാരപ്പെട്ടവർ ഇത് അറിയിക്കാന്നുള്ളതാണ്. മനസ്സിലായോ? എല്ലാവർക്കും ജോലി വേണം അല്ലേ? ഞാൻ നിങ്ങളോട് വേറൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു ഡിഗ്രി വരെ ഒരു പഠിച്ചൊരു ചേച്ചിയാണ് ഇവൻ ഈ 30 വയസ്സായി എന്നുള്ള രീതിയിൽ ആ ചേച്ചിക്ക് ജോലി കിട്ടാതെ ആ ചേച്ചി ഇപ്പോഴും ലോട്ടറി ഇട്ടുകൊണ്ട് നടക്കുന്നത്. ഏജൻസിക്കാർ വിടുന്നുണ്ട്, ഏജൻസിക്കാരെ ഞാൻ കുറ്റം പറയില്ല. അപ്പം ഞാൻ ഈ ഏജൻസിയിൽ ഞാൻ വിളിച്ചിട്ട് ആ ചേച്ചിയോട് പറഞ്ഞു, ചേച്ചി 7 ഇന്റർവ്യൂവിന് എന്നിട്ട് ഈ 7 സ്ഥലത്ത് ഞാൻ നല്ല രീതിയിൽ തന്നെ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്ത് ചേച്ചി, എനിക്ക് പക്ഷേ അവർ വിളിക്കാന്ന് പറഞ്ഞല്ലാതെ അവർ ജോബിന് അവരെന്നെ വിളിച്ചില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ആ ചേച്ചി എന്നോട് പറഞ്ഞതെന്ന് വെച്ചാൽ അത് ഇന്ന പോലെയാണ്, അവർ ഏജ് നോക്കുന്നുണ്ട്. ഒന്നാമത്തെ കാര്യം അവർ ഏജ് നോക്കുന്നുണ്ട്, അവർക്ക് സ്യൂട്ടബിൾ ആണോ എന്നുള്ള, അതായത് സ്യൂട്ടബിൾ ആണോ എന്ന് ഉദ്ദേശിച്ച് നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. തൊലിവെളുപ്പ്, മനസ്സിലായോ? തൊലിവെളുപ്പ്, സൗന്ദര്യം, ഇതൊക്കെ ഉണ്ടോ എന്ന് നോക്കുന്നുണ്ട്. അവർ തൽപര കക്ഷിയാണോ എന്നുള്ളത് നോക്കുന്നുണ്ട്. ഇതൊക്കെയാണ്. മനസ്സിലായോ? ആ ചേച്ചി പറഞ്ഞത് വേറൊരു രീതിയിലാണ്, പക്ഷേ നമുക്ക് മനസ്സിലാക്കേണ്ട ഈ ഒരു അതായത് അവർ നോക്കുന്നത് മേഡം, അവർ നോക്കുന്നതെന്ന് വെച്ചാൽ ഈ 23 വയസ്സിൻ്റെ 23 ആ ഒരു ഏജാണ് അവർ നോക്കുന്നത്. അതായത് 24 ഏജിനകത്തുള്ളതാണ് അവർ നോക്കുന്നത്. അതുപോലെ തന്നെ അവർ നോക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കല്യാണം കഴിക്കാൻ, അല്ലാതെ മാരീഡ് അല്ലാത്തവരെയാണ് അവർ നോക്കുന്നത്. പിന്നെ ചിലപ്പോൾ ഡിഗ്രിയൊക്കെ ഉണ്ടായിരിക്കും കുട്ടികൾക്ക്, അതുകൊണ്ടായിരിക്കും അവർ അങ്ങനെയുള്ളവരെ എടുക്കുന്നത്. ഇങ്ങനെയാണ് പറയുന്നത്. മനസ്സിലായി? അപ്പം ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് എനിക്ക് പറയാനുള്ള പക്ഷേ ഇപ്പം നമുക്ക് വളരെ ബുദ്ധിമുട്ട്. എന്നാൽ ചോദിക്കും, ചില ചേച്ചിമാരൊക്കെ ഇതേപോലെ മാരീഡ് ആയിട്ടുള്ളവരുണ്ടല്ലോ, അവരും എത്രയോ നാളുകൾക്ക് മുൻപേ ജോലിക്ക് കയറിയിട്ടുള്ളവരായിരിക്കും ഓരോ ഓഫീസിൽ നിൽക്കുന്നത്. മനസ്സിലായോ? ഓരോ ഓഫീസിൽ നിൽക്കുന്ന വെച്ചാൽ എത്രയോ നാളുകൾക്ക് മുമ്പ് ജോലിക്ക് കയറിയിട്ടുള്ളവരാണ് ഓഫീസിൽ നിൽക്കുന്നത്. ഇതൊരു ഈ പറയുന്ന ഓരോ ഓഫീസ് ബേസ് ആയിട്ടുള്ള ജോലി മാത്രമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ ഷോറൂം ബേസ് ആയിട്ടുള്ള ജോലികൾ മാത്രമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ഈവൻ ഒരു ടെക്സ്റ്റൈൽസ് ആണെങ്കിൽ പോലും, ഞാൻ നിങ്ങളോട് പറഞ്ഞു രാമചന്ദ്ര പോത്തീസ് പോലെ ടെക്സ്റ്റൈൽസ് ആണെങ്കിൽ പോലും അവർ പല കാര്യങ്ങൾ നോക്കിയിട്ടാണ്, അവരുടേതായിട്ടുള്ള പല സംഭവങ്ങളുണ്ട്, അതൊക്കെ നോക്കിയിട്ടാണ് അവർ ജോലിക്ക് ആളിനെ എടുക്കുന്നത്. മനസ്സിലായോ? അപ്പം വളരെ ബുദ്ധിമുട്ടാണ് നമുക്ക്, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ് നമുക്ക് ജോബ് ചെയ്ത് ഒരു ജോബിൽ കയറി നമുക്ക് അതിൽ കയറി കഴിഞ്ഞാൽ നമുക്കത് പിടിച്ചു നിന്ന് ചെയ്ത് പോകാനായാലും നമുക്ക് വളരെ ബുദ്ധിമുട്ടാണ്. പിന്നെ ഞാൻ ഈ പറഞ്ഞ പോലെ പണ്ട് കാലത്ത് വെച്ചാൽ 7 മണിവരെയൊക്കെയാണ് നമുക്ക് ടൈമൊക്കെ പറഞ്ഞിട്ടുള്ളത്. പക്ഷെ ഇപ്പം 8-8:30 വരെയൊക്കെയാണ് ടൈം ഓരോ സ്ഥലങ്ങളിലും വരുന്നത്. അപ്പം അതൊക്കെ ജോലി ഭാരങ്ങൾ തന്നെയാണ്. ഒരാളെ മാക്സിമം എത്രത്തോളം ജോലി ചെയ്ത് ബുദ്ധിമുട്ടിക്കാൻ പറ്റും അത്രയും ടൈമുണ്ട്. 7 മണിവരെയൊക്കെ ആണെങ്കിൽ ഓക്കെ ആയിരുന്നു. പണ്ട് എത്രയോ നാളുകൾക്ക് മുമ്പൊക്കെ ഈ ഒരു ടൈം ഇതായിരുന്നു, 7 മണിയൊക്കെ ആയിരുന്നു. അപ്പം ഈ സമയമൊക്കെ നമ്മൾ അതിനെക്കുറിച്ച്, ഇങ്ങനെയുള്ള സമയങ്ങളൊക്കെ നമ്മൾ കുറച്ച് ഒന്ന് ഇതാക്കി കഴിഞ്ഞാൽ നമുക്ക് നല്ലതായിരിക്കും. അതുപോലെ തന്നെ പലരും പല കാര്യങ്ങൾ നോക്കുന്നുണ്ട്. ജോലിക്ക് ഒരാളെ എടുക്കുമ്പോൾ പലതരത്തിലുള്ള കാര്യങ്ങൾ നോക്കുന്നുണ്ട്. ഇവർ ഹിന്ദു ആണോ, ക്രിസ്ത്യൻ ആണോ, മുസ്ലിം ആണോ, അങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കുന്നുണ്ട്. ഇവർ നമുക്കറിയില്ല, ഇവർ പല മൈൻഡിലായിരിക്കും ഇവരുടെ മനസ്സെന്ന് പറയും. ഇവർ അങ്ങനെ പലതരത്തിലുള്ള കാര്യങ്ങൾ നോക്കിയിട്ടായിരിക്കും ഒരാളെ ജോലിക്ക് എടുക്കുന്നത്. മനസ്സിലായോ? അപ്പം അതുകൊണ്ട് തന്നെയാണ് ഞാൻ തീരുമാനിച്ചത് ഈ ഇങ്ങനെ നമ്മൾ വെച്ചാൽ ഈ ഞാൻ പറയുന്നത് വെച്ചാൽ ചെറുപ്പക്കാരുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ആൺകുട്ടികൾക്കായാലും ഒരുപാട് പേര് അനുഭവത്തിൽ പറഞ്ഞിട്ടുണ്ട്, ഇതുപോലെ ജോലി കിട്ടാതെ ഒരുപാട് പേര് കഷ്ടപ്പെടുന്നവരുണ്ട്. ഒരു ജോലിക്ക് വേണ്ടിയിട്ട് എത്ര സ്ഥലത്ത് ആപ്ലിക്കേഷൻസ് കൊടുത്തിട്ട് ജോലി കിട്ടാത്തവരുണ്ട്. ഈ ടെസ്റ്റ് എഴുതുന്നുണ്ട്. ചിലർ PSC എഴുതി കയറിയവരുണ്ട്, ചിലർ PSC ടെസ്റ്റുകളൊക്കെ എഴുതുന്നുണ്ട്. പക്ഷേ പ്രൈവറ്റിൽ കൊടുത്തിട്ട് ജോലി കിട്ടാതെ നടക്കുന്ന ഒരുപാട് പേരുണ്ട്. മനസ്സിലായോ? അപ്പോൾ സാമ്പത്തിക ഇതായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുന്നവർ. അപ്പം എനിക്ക് അവരോട് പറയാനുള്ളത്, നിങ്ങൾ കേരളം തന്നെ അല്ലെങ്കിൽ നിങ്ങളുടെ നാട് തന്നെ നിങ്ങൾ കെട്ടിപ്പിടിച്ചുകൊണ്ടിരിക്കേണ്ട ആവശ്യമില്ല. എവിടെ പോയി കഴിഞ്ഞാലും നമ്മുടെ അതായത് അമ്മയുടെ ആയുധം നമ്മൾ മനസ്സിലാക്കുമല്ലോ, അതുപോലെ നിങ്ങൾ എവിടെ പോയി കഴിഞ്ഞാലും നിങ്ങൾക്ക് ജോലി ചെയ്ത് ജീവിക്കാനുള്ളൊരു ഇതുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെ ചെയ്യും. നിങ്ങൾ എന്തെങ്കിലും ഈവൻ കുറച്ച് അമ്മയുടെ ആരെങ്കിലും ഗോൾഡ് ഉണ്ടെങ്കിൽ അതെങ്കിലും നിങ്ങൾ കൊടുക്കുകയോ പണയം വയ്ക്കുകയോ എന്ത് ചെയ്തിട്ടായാലും, അല്ലെങ്കിൽ കുറച്ച് പൈസ എടുത്താൽ നിങ്ങൾ വിദേശത്തെങ്കിലും കയറി പോവുക. ഇപ്പം ഒരുപാട് വിദേശത്തൊക്കെ ഒരുപാട് ജോലീസ് അവൈലബിൾ ആണ്. നിങ്ങൾ അങ്ങനെ ചെയ്യുക. കേരളത്തിൽ നിങ്ങൾക്ക് ജോലി കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾ വിദേശത്തെങ്കിലും കയറിപ്പോയി ജോലി ചെയ്ത് നിങ്ങൾ ജീവിക്കാൻ നോക്കുക. മനസ്സിലായോ? പലർക്കും ജോലി കിട്ടാതെ വിഷമിക്കുമ്പോൾ പെൺകുട്ടികളായാലും ശരി ആൺകുട്ടികളായാലും ശരി, ഈവൻ ഹസ്ബൻഡിൻ്റെ നിന്നായാലും ചില പെൺകുട്ടികൾക്ക് ഇത് കേൾക്കാൻ വീട്ടിലിരിക്കുന്ന ജോലിയില്ല, അപ്പം അങ്ങനെ ബുദ്ധിമുട്ടുണ്ടാവും. അതുപോലെ തന്നെ പല ആൺകുട്ടികൾക്ക് പെൺകുട്ടികൾക്കും പലർക്കും ആൺകുട്ടികൾക്കാണ് കൂടുതൽ ഇത് പ്രഷർ വരുന്നത്. കാരണം വീട്ടുകാർ പറയും, നീ ഒന്നും ജോലി ഇല്ലാതെ ഇങ്ങനെ കുത്തി
ഇരിക്കുകയാണ്, ഞങ്ങളുടെ ഉണ്ടാക്കിക്കൊണ്ട് വരുന്ന തിന്നു മുടിക്കാനാണ്, ഇങ്ങനെയൊക്കെയുള്ള രീതിയിലുള്ള ടോർച്ചറിങ് ഒരുപാട് സഹിക്കുന്ന ബോയ്സ് ആയാലും ഉണ്ട്. അപ്പം ഇവരോടൊക്കെ പറയാനുള്ള വെച്ചാൽ നിങ്ങൾ എങ്ങനെയെങ്കിലും നിങ്ങൾ ഇവിടെ നാട്ടിൽ നിങ്ങൾ ജോലി നോക്കിയിട്ട് നിങ്ങൾക്ക് കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾ വേറെയുള്ള സ്റ്റേറ്റുകളിലേക്ക്, വേറെ എവിടെയെങ്കിലുമൊക്കെ ഗൾഫിലേക്കോ അല്ലെങ്കിൽ മാലി, ഒരുപാട് സ്ഥലങ്ങളുണ്ട്, മാലിയൊക്കെ നല്ല സ്ഥലം, മാലിയുണ്ട്, അങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിലേക്ക്, സിംഗപ്പൂർ, ഒരുപാട് വിസാസ് അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളൊക്കെ വരാറുണ്ട്. നിങ്ങൾ കയറി പോവുക, നിങ്ങൾ പോയി രക്ഷപ്പെടുക. നിങ്ങൾക്ക് അവിടെ പോയി കഴിഞ്ഞാൽ നല്ല സാലറി ഉണ്ട്, ഇവൻ എല്ലാ കാര്യങ്ങളും ഉണ്ട്. ഈ ഒരു നഴ്സിങ്ങിന് തന്നെ ഇവിടെ നമ്മുടെ നാട്ടിൽ കിട്ടുന്നതിനേക്കാളിലൊക്കെ എത്രയോ ഇരട്ടി ക്യാഷാണ്, 1 lakh 2 lakh ഒക്കെയാണ് നമുക്ക് വിദേശത്ത് പോയി കഴിഞ്ഞാൽ കിട്ടുന്നത്. മനസ്സിലായോ? അപ്പം നിങ്ങൾ അങ്ങനെയൊക്കെ നിങ്ങൾ പോയി രക്ഷപ്പെടാൻ നോക്കുക. കാരണം ഇങ്ങനെയുള്ളവരുടെയൊക്കെ ഇടയിൽ കടന്നിട്ട് ഇങ്ങനെ എന്താ പറയുക, സ്വാർത്ഥത കാണിക്കുന്ന അവരുടെ ഇങ്ങനെയുള്ള ഉദ്യോഗസ്ഥരെയൊക്കെ, ഇങ്ങനെയുള്ള HR ഇല്ലെങ്കിൽ മാനേജർ, ഇങ്ങനെയുള്ളവരുടെ കീഴിൽ നിങ്ങൾ നിന്നിട്ട് നിങ്ങളുടെ സമയം നിങ്ങൾ വേസ്റ്റ് ആക്കാതിരിക്കുക. മനസ്സിലായോ? അല്ലെങ്കിൽ നിങ്ങൾ ജോലി കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ അലയാതിരിക്കുക. നിങ്ങളുടേതായ പർപ്പസ്, നിങ്ങളുടേതായിട്ടുള്ള ജോലികൾ നിങ്ങൾ നോക്കി പോവുക എന്നുള്ളതാണ്. എനിക്കിതാണ് പറയാനുള്ളത്. എല്ലാവരോടും എനിക്കിത് തന്നെയാണ് പറയാനുള്ളത്. അതുപോലെ തന്നെ പെൺകുട്ടികളായാലും എനിക്ക് പറയാനുള്ള കാര്യം ഇത് തന്നെയാണ്. അപ്പം നിങ്ങൾ അതിനുള്ള അവസരം കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾ പോയി രക്ഷപ്പെടുക, അത്ര തന്നെ. അല്ലാതെ നമ്മൾ കേരളം തന്നെ ഇങ്ങനെ കെട്ടിപ്പിടിച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. ചെന്നൈ, ബാംഗ്ലൂരൊക്കെ പോയാൽ തന്നെ നമുക്ക് ഇഷ്ടം പോലെ ജോബ്സ് അവൈലബിൾ ആണ്. അവിടെയൊക്കെയെന്ന് വെച്ചാൽ നല്ല സാലറിയും കിട്ടും. മനസ്സിലായോ? അപ്പം നമ്മൾ അത് നോക്കുക എന്നുള്ളതാണ്. നമുക്ക് എന്നായാലും നമ്മുടെ നാട്ടിലേക്ക് തിരിച്ചു വരാമല്ലോ. നമ്മുടെ നാടൊന്നും നമ്മൾ മിസ് ചെയ്യാനോ അല്ലെങ്കിൽ നമ്മുടെ നാട് വിട്ടിട്ട് നമ്മളൊന്നും ചെയ്യില്ലല്ലോ. നമുക്ക് ജോലിക്ക് പോയി കഴിഞ്ഞാലും നമുക്ക് ലീവ് കിട്ടുമ്പോൾ നമുക്ക് വരാമല്ലോ നമ്മുടെ നാട്ടിലേക്ക്. മനസ്സിലായി? നമുക്ക് ക്യാഷ് ആണല്ലോ ഇപ്പം പ്രധാനം, എല്ലാവർക്കും ക്യാഷ് ആണല്ലോ പ്രധാനം. നമുക്ക് നമ്മുടേതായിട്ടുള്ള കടങ്ങൾ കാണും, പ്രശ്നങ്ങൾ കാണും, നമ്മുടെ വീട് വെച്ചതിൻ്റെ ലോൺ കാണും, കാര്യങ്ങൾ കാണും, പല പല പ്രശ്നങ്ങൾ കാണുമല്ലോ. അപ്പം എനിക്ക് ഈ വരുന്ന തലമുറയോട് എനിക്ക് പറയാനുള്ള കാര്യം ഇതാണ്. നിങ്ങൾക്ക് കംഫർട്ട് ആവുന്നില്ല, നിങ്ങൾക്ക് ജോലി കിട്ടുന്നില്ല, നിങ്ങൾ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വേറെ സ്റ്റേറ്റുകൾ നോക്കുക, നിങ്ങൾ പോവുക. അതിനൊന്നും ഒരു കുഴപ്പമില്ല. മനസ്സിലായി? നിങ്ങൾക്ക് വിഷമം ചിലപ്പോൾ ചിലർക്ക് കാണും, വിഷമം നാട് വിട്ട് പോയിട്ട് മറ്റൊരു സ്ഥലത്ത് പോയാൽ അവിടെ എന്തായിരിക്കും സാഹചര്യം, അവിടെ എങ്ങനെ നമുക്ക് ജീവിക്കാൻ പറ്റും, ഇങ്ങനെ നമ്മുടെ വീട്ടുകാരെ നമുക്ക് മിസ് ചെയ്യുമല്ലോ, അല്ലെങ്കിൽ നമ്മളെ കൂട്ടുകാരെ നമുക്ക് മിസ് ചെയ്യുമല്ലോ, ഇങ്ങനെയൊക്കെ നിങ്ങൾക്ക് വിഷമങ്ങൾ കാണും. എന്നാലും അത് നമുക്ക് കയ്യിൽ പൈസ വന്നു കഴിയുമ്പോൾ, അല്ലെങ്കിൽ നമുക്ക് സമ്പാദിച്ച് നമ്മുടെ ഇത് കിട്ടിക്കഴിയുമ്പോൾ നിങ്ങൾക്ക് ഈ പറയുന്ന ഇതെല്ലാം മാറും. അതില്ലെങ്കിൽ നിങ്ങൾ ഈ നാട്ടിൽ തന്നെ സ്വന്തമായിട്ട് എന്തെങ്കിലും ബിസിനസ്സുകൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ തുടങ്ങണം, സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്യാൻ കഴിയണം. ഞാൻ പറയട്ടെ നിങ്ങളോട്, ഒരു ചായക്കട ആയിക്കോട്ടെ കുഴപ്പമില്ല, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഐസ്ക്രീമിൻ്റെ ഇതായിക്കോട്ടെ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വഴിയോര കച്ചവടം, അങ്ങനെ എന്തായിക്കോട്ടെ, ഏതൊരു ജോലിക്ക് അതിൻ്റെതായ അന്തസ്സുണ്ട്. മനസ്സിലായോ? നമ്മളിപ്പോൾ ആരെയും കാണിക്കാനോ ആരെയും ബോധ്യപ്പെടുത്താനോ വേണ്ടിയിട്ടല്ലല്ലോ ചെയ്യുന്നത്. നിങ്ങൾക്ക് അറിഞ്ഞുകൂടാത്തതുകൊണ്ടാണ്. MBA വരെ പഠിച്ചൊരു ചേട്ടനാണ്, MBA വരെ പഠിച്ചിട്ട് ഇതേപോലെ തന്നെയാണ്, ജോലി കിട്ടുന്നില്ല. ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്തിരുന്നു, അവിടെ ഇതുപോലെ പലതരത്തിലുള്ള പ്രഷറും കാര്യങ്ങളും അങ്ങനെയൊക്കെ ആയി. അവസാനം ഇപ്പം ആ ചേട്ടനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം സ്വന്തമായിട്ട് ബിസിനസ് ചെയ്യുന്നത്, ഐസ്ക്രീമിൻ്റെ ഇതാണ് ചെയ്യുന്നത്. ഐസ്ക്രീമിൻ്റെ ഇത് ചെയ്ത് സ്വന്തമായിട്ട് വരുമാനം ഉണ്ടാക്കുന്നുണ്ട്. അപ്പം അങ്ങനെ വേറൊരു ചേച്ചിയുടെ അനുഭവം എനിക്കറിയാം. ആ ചേച്ചി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ചെയ്യുന്ന വെച്ചാൽ മറ്റേ കരിക്കുണ്ടല്ലോ, കരിക്ക് വെട്ടി കൊടുത്തിട്ടാണ്, ഡിഗ്രി വരെ പഠിച്ച ചേച്ചിയാണ്. ആ ചേച്ചി ജോലി കിട്ടുന്നില്ല. ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ പോയപ്പോൾ ഞാൻ കണ്ടു, അങ്ങനെ വഴിയിൽ ഇങ്ങനെ കണ്ടു. അങ്ങനെ ചേച്ചിയോട് ചോദിച്ചു എന്താ ഇതിലേക്ക് ബിസിനസ്, കാരണം എല്ലാം ഒരു ബിസിനസ്സാണ്. ഇപ്പം ഈവൻ ചായക്കടയായാലും ശരി തന്നെ, അതിൻ്റെതായിട്ടുള്ള മഹത്വമുണ്ട്. ഒരു മരം വെട്ടാൻ പോകുന്ന ആളായാലും ശരി തന്നെ, ഒരു മേശിരി പണിക്ക് പോകുന്ന ആളായാലും ശരി തന്നെ, ഒരു തറയിടാൻ പോകുന്ന ആളായാലും ശരി തന്നെ, ഒരു ചായക്കട നടത്തുന്ന ആളായാലും ശരി തന്നെ, ഏത് ജോലിക്കും അതിൻ്റെതായ അന്തസ്സുണ്ട്. നമ്മുടെ കേരളം വിട്ട് കഴിഞ്ഞാൽ മറ്റുള്ള സംസ്ഥാനങ്ങൾ നിങ്ങൾ നോക്കുക, മറ്റുള്ള തമിഴ്നാട് അല്ലെങ്കിൽ ചെന്നൈ അല്ലെങ്കിൽ പിന്നെ ബാംഗ്ലൂർ, നിങ്ങൾ ബോംബെ, ഇവിടെയൊക്കെ നോക്കുക. എല്ലായിടത്തും അവർ എല്ലാ ജോലികളിലും ഏർപ്പെടുന്നുണ്ട്. ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ നാട്ടിലെ ബംഗാളികൾ എന്തുകൊണ്ടാണ് ഇവിടെ വന്നിട്ട് അവർക്ക് ക്യാഷ് ഉണ്ട്? കാരണം അവർ എന്ത് തോട്ടിപ്പണി വേണമെങ്കിലും എന്ത് ജോലി ചെയ്യാനും അവർ വില്ലിങ് ആണ്. അവർക്ക് ആ ജോലി എന്ന് പറയുന്ന അവർ ദൈവമാണ്. ആ ജോലി എന്ന് പറയുന്ന അവരുടെ ദൈവമായിട്ടാണ് അവർ കാണുന്നത്. മനസ്സിലായോ? അതാണ് അതിന്റെ മഹത്വം എന്ന് പറയുന്നത്. നമ്മൾ അവിടെ നാണക്കേട് വിചാരിക്കേണ്ട ആവശ്യമില്ല. നമുക്കിപ്പോൾ വൈറ്റ് കോളർ ജോബ് കിട്ടിയില്ലെങ്കിൽ നമ്മൾ അതിൽ സങ്കടപ്പെടേണ്ട ആവശ്യമില്ല. നമുക്കറിയാം നമുക്ക് വൈറ്റ് കോളർ ജോബ് കിട്ടാനുള്ള ക്വാളിറ്റി നമുക്കുണ്ട്, നമുക്ക് അതിനുള്ള വിദ്യാഭ്യാസം ഉണ്ട്, നമുക്ക് അതിനുള്ള എക്സ്പീരിയൻസ് ഉണ്ട് എന്ന് നമുക്കറിയാം. പക്ഷെ നമ്മളെ അതിൽ നിന്ന് റിജക്റ്റ് ചെയ്ത് കളയാണ്. നമുക്ക് അത് തരുന്നില്ല, നമ്മുടെ ഏജാണ് പ്രശ്നം, അല്ലെങ്കിൽ നമുക്ക് പല പ്രശ്നം കൊണ്ട് നമുക്ക് തരുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മൾ സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്യാൻ നോക്കുക, അല്ലെങ്കിൽ നമ്മൾ വിദേശത്തേക്ക് കയറി പോവാൻ നോക്കുക. മനസ്സിലായി? എങ്ങനെയായാലും നമുക്ക് ജീവിച്ചേ മതിയാവുള്ളൂ.
അപ്പം അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യാന്നുള്ളതാണ്. അല്ലാതെ വെറുതെ ഇങ്ങനെ ഇരുന്ന് എനിക്ക് ജോലി കിട്ടുന്നില്ല എന്ന് ഓർത്തിട്ട് അല്ലെങ്കിൽ എന്നെ അവർ റിജക്റ്റ് ചെയ്തല്ലോ എന്ന് ഓർത്ത് നമ്മൾ വിഷമിച്ചിരുന്നു. ഞാനും ഇങ്ങനെ കുറേ വിഷമിച്ചിരുന്നിട്ടുണ്ട്. എൻ്റെ അവസ്ഥ, ഞാനും പല ഇതിലൂടെ കടന്നു പോയിട്ടുള്ള വ്യക്തിയാണ്. അപ്പം നിങ്ങൾ അതൊന്നും വിഷമിക്കേണ്ട ആവശ്യമില്ല. ഏത് ജോലിക്കാണെങ്കിലും അതിൻ്റെതായ അന്തസ്സുണ്ട്. നിങ്ങൾ നാളെ തൊട്ട് ഇറങ്ങുക. നാളെ തൊട്ട് നിങ്ങൾക്ക് മേശിരി പണിക്കാണെങ്കിൽ നിങ്ങൾ പോവുക, കുഴപ്പമില്ല. എന്തിനാ നിങ്ങൾ നാണം കാണിക്കുക? നിങ്ങൾ ഡിഗ്രി വരെ അല്ലെങ്കിൽ നിങ്ങൾ PG വരെ പഠിച്ച ആളായിരിക്കാം, നിങ്ങൾക്ക് ജോലി കിട്ടുന്നില്ല, അല്ലെങ്കിൽ നിങ്ങൾ ടെസ്റ്റ് എഴുതിക്കോ, നിങ്ങൾ PSC എഴുതിക്കോ. എന്നിട്ട് നിങ്ങൾക്ക് മേശിരി പണിക്ക് പോകുന്ന ചേട്ടന്മാരുണ്ടെങ്കിൽ അവരെ കൂട്ടുപിടിച്ച് നിങ്ങൾ പോവും. അതിനെന്താ പ്രശ്നം? നിങ്ങൾ പോവുക. നിങ്ങൾ ചിലപ്പോൾ കാണാൻ നല്ല സുന്ദരനായിരിക്കാം, നിങ്ങൾക്ക് നല്ല ക്വാളിറ്റി ഉള്ള ആളായിരിക്കാം, പക്ഷെ അവർ ചെയ്യുന്നതും ജോലിയാണ്. അതും ഒരു ജോലിയല്ലേ? ആ ജോലിയും ദൈവമല്ലേ, നമുക്ക് അന്നം തരുന്നതല്ലേ? അപ്പൊ അന്നം തരുന്ന എന്തായാലും ആ ജോലി നമ്മുടെ ദൈവം തന്നെയാണ്. മനസ്സിലായോ? അപ്പൊ അത് കേരളത്തിലുള്ള യുവാക്കള് അത് മനസ്സിലാക്കുക എന്നുള്ളതാണ്. യുവതികളായാലും യുവാക്കളായാലും മനസ്സിലാക്കുക. എനിക്ക് എല്ലാവരോടും പറയാനുള്ളതാണ്, നിങ്ങൾ ഒരു ജോലിനെയും നിങ്ങൾ കുറച്ച് കാണരുത്. മനസ്സിലായോ? എൻ്റെ അച്ഛൻ പോലും ഒരു കാർപ്പൻ്ററാണ്. മനസ്സിലായോ? എനിക്കത് അഭിമാനത്തോടു കൂടി പറയാം. എൻ്റെ അച്ഛൻ കാർപ്പൻ്ററാണ്, മരം മുറിക്കാൻ പോയിട്ടുണ്ട്. ആ അച്ഛൻ്റെ മോളാണ് ഞാൻ. അപ്പം നിങ്ങളിലും പലരും കാണും ഇതുപോലെ. നിങ്ങളുടെ അച്ഛന്മാർ ഇതുപോലെ കൂലിപ്പണി ചെയ്യുന്ന പലരും കാണും അല്ലേ? അപ്പം അച്ഛൻ അത് ചെയ്തല്ലോ, പിന്നെ മക്കൾക്ക് അത് ചെയ്യാം. പിന്നെ നമ്മൾ നോക്കുക, ഇതിന്റെ കൂടെ നമ്മൾ വീട്ടിലിരിക്കണം. നമുക്ക് കയ്യിൽ പൈസ കിട്ടുമല്ലോ. നമ്മൾ ഈ ഒരു മേശിരി പണിക്ക് അങ്ങനെ എന്തെങ്കിലും ഒരു പണിക്ക് നമ്മൾ പോവുക, അതിൽ നിന്ന് നമുക്ക് ക്യാഷ് കിട്ടുമല്ലോ. എന്ന് വെച്ചാൽ നമ്മൾ പഠിച്ച ജോലി നമ്മൾ നോക്കാതിരിക്കേണ്ട, അതും നോക്കുക. ഇനി ഈ പൈസ നമ്മൾ സേവ് ചെയ്ത് വെച്ചിട്ട് നമുക്ക് വിദേശത്തേക്ക് പോകാൻ പറ്റുമെങ്കിൽ അതും നിങ്ങൾ നോക്കുക. മനസ്സിലായോ? നിങ്ങൾ ഒരു ദിവസം പോലും നിങ്ങൾ വെറുതെ കളയരുത്, ഒരു ടൈം പോലും നിങ്ങൾ വെറുതെ കളയരുത്. ഞാൻ ഒരുപാട് എൻ്റെ ടൈമുകൾ വെറുതെ കളഞ്ഞു. മനസ്സിലായോ? എൻ്റെ നല്ല സമയങ്ങൾ ഞാൻ വേസ്റ്റ് ചെയ്ത് കളഞ്ഞു. ഞാൻ ഇപ്പം അത് ആലോചിക്കുമ്പോൾ എനിക്ക് ഒരുപാട് വിഷമമുണ്ട്. എനിക്ക് ഹോളി ക്രോസിൽ ജോബ് കിട്ടുന്നതിന് മുന്നേ വരെയും ഞാൻ ഒരുപാട് എൻ്റെ ടൈം വേസ്റ്റ് ചെയ്ത് കളഞ്ഞു. ഞാൻ ഡിഗ്രിക്ക് പോയിട്ട് 2 വർഷം ഡിഗ്രിക്ക് പോയിട്ട് എനിക്കത് കംപ്ലീറ്റ് ചെയ്യാനും കഴിഞ്ഞില്ല. പക്ഷെ ഞാനിപ്പോൾ ആലോചിക്കുക, ആ ടൈമിൽ ഞാൻ എന്തെങ്കിലും ഒരു ബിസിനസ്സോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാധാ ജോലിക്ക് അങ്ങനെ എന്തെങ്കിലും പോയിരുന്നെങ്കിൽ എനിക്ക് എന്തെങ്കിലും ഒരു ഇത് ഉണ്ടാക്കാമായിരുന്നെന്ന് ഞാനിപ്പോൾ വിചാരിക്കുന്നുണ്ട്. അപ്പം അതുകൊണ്ട് നിങ്ങൾ അത് ചെയ്യാന്നുള്ളതാണ്. നമ്മൾ എവിടെ ആയാലും നമ്മൾ ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ അതിൻ്റെതായ രീതിയിൽ തന്നെയായിരിക്കും, ക്വാളിറ്റിയോട് തന്നെയായിരിക്കും നമ്മൾ സംസാരിക്കുന്നത്. മനസ്സിലായോ? അപ്പോൾ ഓരോന്നിനും ഓരോ കാര്യങ്ങൾ നമ്മൾ സംസാരിക്കുമ്പോൾ അതിന് ഓരോന്നിനും ഓരോ ടോണുണ്ട്. അപ്പൊ ഏതൊരു ജോലിക്കും അതിൻ്റെതായ അന്തസ്സുണ്ട്. അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. നമ്മുടെ നാടിനെ കൊണ്ടുവന്ന് വല്ല ബംഗാളികളും വല്ലരും വന്ന് ഇങ്ങനെ പല കാര്യങ്ങളും ചെയ്ത് പൈസ ഉണ്ടാക്കുന്ന സമയത്ത് നിങ്ങൾ തുനിഞ്ഞിറങ്ങാന്നുള്ളതാണ്. ഇനി നമ്മൾ മാറ്റം എന്ന് പറയുന്നത് അനിവാര്യമാണ്. നമ്മൾ വൈറ്റ് കോളർ ജോബ് തന്നെ കിട്ടുള്ളൂ എന്ന് വിചാരിച്ചിരിക്കേണ്ട. നിങ്ങൾ അതും നോക്കുക. വൈറ്റ് ജോബ് കോളർ ജോബും, അതായത് നിങ്ങൾ പഠിച്ച രീതിയിലുള്ള ജോബും നിങ്ങൾ നോക്കുക. മനസ്സിലായോ? അല്ലെങ്കിൽ നിങ്ങൾ ഇതേപോലുള്ള ജോലിക്ക് പോവുക. കാർപ്പൻ്ററെങ്കിൽ കാർപ്പൻ്റർ, അതല്ല പെയിൻറ്റിങ് എങ്കിൽ പെയിൻറ്റിങ് എന്ന് വെച്ചാൽ നിങ്ങൾ പോവുക. നിങ്ങൾ വെറുതെ വീട്ടുകാരെ ഇത് കേൾക്കാൻ നിൽക്കേണ്ട. മനസ്സിലായോ? അപ്പം ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ള. ഹരഹര മഹാദേവ, ശംഭോ മഹാദേവ. അപ്പം എല്ലാവർക്കും അതിനുള്ളൊരു ബുദ്ധി ഉണ്ടാവട്ടെ, അതിനുള്ള മനസ്സുണ്ടാവട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി നിർത്തുകയാണ്. ഇനി ആരൊക്കെയാ വന്നിട്ടുള്ളതെന്ന് നോക്കാം കേട്ടോ. സ്കാൽമി സുരേഷ്, പാർവതി ഷിജിൻ, അഭിലാഷ് കലക്കോട്, സന്തോഷ് ക്രൈസി ഐക്കില്ലർ, ശ്രീരാഗ്, അജ്മിത്ത്, സെൽവിൻ, അജ്മിത്ത്, അയാം സുഭാഷ്. ഇത്രയും പേരാണ് കേട്ടോ ഇന്ന് വന്നിട്ടുള്ളത്. അപ്പം ഈ ചെറുപ്പക്കാരെ കുറച്ച് സപ്പോർട്ട് ചെയ്യുക. മറ്റുള്ളവർ ഇപ്പോൾ ആട്ടോ ഓടാൻ പോണവരായാലും അങ്ങനെ എന്ത് ജോലിയായാലും അതിൻ്റെതായ അന്തസ്സുണ്ട്. അപ്പം ഈ മറ്റുള്ള അവരും കൂടി ഇതിനു വേണ്ടിയിട്ട് ഈ കുട്ടികളെ ഒന്ന് പ്രോത്സാഹിപ്പിക്കുക. അവരോട് പറയാം, അനിയന്മാരായിട്ട് നമ്മൾ കാണാം, അവരോട് പറയാം, നീ നാളെ എൻ്റെ കൂടെ പോകുന്നോളൂ, കുഴപ്പമില്ല, നമുക്ക് ഈ ജോലി ചെയ്യാം, നീ പഠിച്ചതും കൂടെ നീ നോക്കും, നീ ടെസ്റ്റൊക്കെ എഴുതുക, നീ പഠിച്ചതും കൂടെ നോക്കൂ, അല്ലെങ്കിൽ നീ ഈ ജോലിക്ക് വന്നിട്ട് നീ കുറച്ച് പൈസ സമ്പാദിച്ച് വെച്ചിട്ട് നീ ഒന്നെങ്കിൽ വിദേശത്ത് പോവേ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ബിസിനസ് നീ തുടങ്ങും, അങ്ങനെ എന്തെങ്കിലും നീ എന്ന് അവർ ഒന്ന് പ്രോത്സാഹിപ്പിക്കുകയും കൂടെ ചെയ്യാം. അവരോട് കുറച്ചുകൂടി ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. അല്ലാതെ നീ ഇങ്ങനെ വിഷമിച്ചിരിക്കില്ല. പലരും ജോലി കിട്ടാതെ പല പ്രശ്നങ്ങളായിട്ട് ആത്മഹത്യ ചെയ്ത കുട്ടികളെ വരെ, ആത്മഹത്യ ചെയ്ത യുവാക്കളെ വരെ അറിയാം. എന്തിനാണ് അങ്ങനെ ചെയ്യാൻ പോകുന്നത്? നിങ്ങളെ കൊണ്ട് പറ്റുന്ന ജോലി നിങ്ങൾ ചെയ്യുക, നിങ്ങളെ കൊണ്ട് പറ്റുന്ന പോലെ ചെയ്യുക, അതിന് വേണ്ടിയിട്ട് പരിശ്രമിക്കുക. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കടമെടുത്തിട്ടായാലും അല്ലെങ്കിൽ എവിടെയെങ്കിലും വിദേശത്തേക്ക് പോകാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ബിസിനസ് തുടങ്ങാനോ ഒക്കെ നോക്കുക.
മനസ്സിലായോ? അല്ലാതെ വെറുതെ നിങ്ങൾ വിഷമിച്ചിരിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ അങ്ങനെ വിഷമിച്ചിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്നും ജീവിതകാലം മുഴുവൻ ഇങ്ങനെ വീട്ടുകാരുടെ പഴിയും കേട്ട് നാട്ടുകാരുടെ പഴിയും കേട്ട്, നാട്ടുകാരുടെ കാര്യം പോട്ടെ, അത് വിടും, അത് നിങ്ങൾ അറിയണ്ട. അല്ല ഇങ്ങനെ നിങ്ങൾ ക്യാഷ് ഇല്ലല്ലോ, എനിക്ക് എൻ്റെ കാര്യം നടക്കുന്നില്ലല്ലോ, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് അങ്ങനെ ആയാലും ഇങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ മറ്റുള്ളവർ അവരെന്തോ ആയിക്കോട്ടെ, അത് നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല അല്ലേ. നമുക്ക് നമ്മുടേതായിട്ടുള്ളൊരു സ്റ്റാൻഡ് ഉണ്ട്. നമ്മൾ ആരാണെന്ന് നമുക്ക് എന്താണെന്ന് നമുക്ക് തന്നെ അറിയാം അല്ലേ. അപ്പം അത് നിങ്ങൾ മനസ്സിലാക്കി മുന്നോട്ട് പോകാന്നുള്ളതാണ് കേട്ടോ. അപ്പം അത് എല്ലാവരും ശ്രദ്ധിക്കാം. ഹര ഹര മഹാദേവ ശംഭോ മഹാദേവ. ഓം ഭൈരവഭദ്രായ നമഃ. ഓം ഉമാമഹേശ്വരായ നമഃ. ഓം ലക്ഷ്മീനാരായണായ നമഃ. ഓം സീതാരാമായ നമഃ. ഓം രുക്മിണീ സത്യഭാമാ ജാംബവതി സമേത കൃഷ്ണായ നമഃ. ശ്രീകൃഷ്ണായ നമഃ. ഓം രാധാകൃഷ്ണായ നമഃ. ഹര ഹര മഹാദേവ ശംഭോ മഹാദേവ.